നമസ്കാരം. നിഷ് ഓൺലൈൻ ഇന്ററാക്റ്റീവ് ഡിസബിലിറ്റി അവയർനെസ് സെമിനാർ അഥവാ നിഡാസ് 77ാം പതിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. നിഷ് സാമൂഹ്യനീതി വകുപ്പും സംയുക്തമായി നടത്തിവരുന്ന 2015 മുതൽ നടത്തിവരുന്ന ഭിന്നശേഷി അവബോധ പരിപാടിയാണ് നിഡാസ്. വിവിധ തരത്തിലുള്ള ഭിന്നശേഷിയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമാണ് നിഡാസിൽ കൈകാര്യം ചെയ്യുന്നത്. നിഡാസ് പ്രധാനമായും ഭിന്നശേഷിയുള്ളവർക്കും അവരെ പരിപാലിക്കുന്നവർക്കും രക്ഷകർത്താക്കൾക്കും ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വേണ്ടിയാണ്. ഒരു മണിക്കൂർ നിൽക്കുന്ന സെഷനിൽ തിരഞ്ഞെടുത്ത വിഷയത്തെക്കുറിച്ചുള്ള ക്ലാസും ചർച്ചയും ചോദ്യോത്തര വേളയുമായാണ് നിഡാസ് നടത്തിവരുന്നത്. ഇന്നത്തെ നിഡാസ് തുടങ്ങുന്നതിന് മുന്നോടിയായി നിഡാസിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന എല്ലാ പാർട്ടിസിപ്പൻസും കുറച്ച് നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ നിഡാസ് ഗൂഗിൾ മീറ്റിലും നിഡാസിന്റെ യൂട്യൂബ് ചാനലിലും കാണാവുന്നതാണ്. മീറ്റിൽ ജോയിൻ ചെയ്ത പാർട്ടിസിപ്പൻസ് സെഷൻ നടക്കുന്ന സമയത്ത് മൈക്ക്, പ്രസന്റേഷൻ മോഡ് തുടങ്ങിയവ ഓൺ ചെയ്യാൻ പാടുള്ളതല്ല. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്ന അവസരം നൽകുന്നതാണ്. പ്രസന്റേഷന് ശേഷം ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഇന്നത്തെ 77ാമത്തെ നിഡാസിന്റെ വിഷയം ബൗദ്ധിക വെല്ലുവിളിയും ആദ്യകാല ഇടപെടലും, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, ഏർലി ഇന്റർവെൻഷൻ. നാഡീവികാസ സംബന്ധ അവസ്ഥയെ ബൗദ്ധിക വെല്ലുവിളിയിൽ ഒരു കുട്ടിയുടെ വളർച്ചയുടെ പല മേഖലകളിൽ ബുദ്ധിമുട്ടുണ്ടാകാം. ആശയവിനിമയം, ചലനശേഷി, ദൈനംദിന പ്രവർത്തികളിൽ വരുന്ന ബുദ്ധിമുട്ട്, പെരുമാറ്റത്തിൽ കാണുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ. ഈ വെല്ലുവിളികൾ തരണം ചെയ്യുന്നതിന് ആദ്യ വർഷം നൽകുന്ന സേവന സംവിധാനമാണ് ഏർലി ഇന്റർവെൻഷൻ. ഇതിൽ ശാരീരിക പ്രവർത്തനങ്ങൾ അഥവാ ചലനശേഷി മെച്ചപ്പെടുത്തുന്നതിന് ഫിസിയോതെറപ്പിയുടെ പ്രാധാന്യത്തെ കുറിച്ചാണ് ഇന്നത്തെ നിഡാസിൽ സംസാരിക്കുന്നത്. ഇതേക്കുറിച്ച് സംസാരിക്കാൻ നമ്മോടൊപ്പം ഉള്ളത് നിഷിലെ സീനിയർ ഫിസിയോതെറപ്പിസ്റ്റായ മിസ് ഷൈനി MT ആണ്. ഇന്നത്തെ ഈ കൈകാര്യം ചെയ്യുന്നതിനായി മിസ് ഷൈനിയെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ക്ലാസിന്റെ സൈൻ ലാംഗ്വേജ് പരിഭാഷയുണ്ട്. സൈൻ ലാംഗ്വേജ് പരിഭാഷ ചെയ്യുന്നത് മിസ്റ്റർ ജിബിൻ ആൻഡ് മിസ് ഉണ്ണിമായ. സ്ക്രീനിൽ സൈൻ ലാംഗ്വേജ് പരിഭാഷയ്ക്കായി സ്ക്രീനിൽ ദിവ്യ എന്ന പേരിൽ പിൻ ചെയ്യേണ്ടതാണ്. സെഷൻ തുടങ്ങുന്നതിന് മുന്നോടിയായി എല്ലാ പാർട്ടിസിപ്പൻസും ഒന്നും ശ്രദ്ധിക്കണം. ചാറ്റ് ബോക്സിൽ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. പാർട്ടിസിപ്പൻസ് എല്ലാവരും ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഒരു ചോദ്യാവലി പൂരിപ്പിക്കേണ്ടതാണ്. ഒരു ചെറിയൊരു ചോദ്യാവലിയാണ്. ആ ചോദ്യാവലി പൂരിപ്പിച്ചതിന് ശേഷം നമ്മൾ ഉടനെ ക്ലാസ് ആരംഭിക്കുന്നതാണ്. ചാറ്റ് ബോക്സിൽ ലിങ്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ലിങ്ക് ക്ലിക്ക് ചെയ്ത് എല്ലാ പാർട്ടിസിപ്പൻസും ചോദ്യാവലി പൂരിപ്പിക്കണം. സെഷൻ തുടങ്ങുന്നതിനായി മിസ് ഷൈനിയെ ക്ഷണിക്കുന്നു. ശരി, സെഷനിലേക്ക് കടക്കാം. അപ്പം ഇന്നത്തെ ടോപ്പിക്ക് ബൗദ്ധിക വെല്ലുവിളിയും ആദ്യകാല ഇടപെടലും. ബൗദ്ധിക വെല്ലുവിളി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നു. ബൗദ്ധിക വെല്ലുവിളി എന്ന് പറഞ്ഞാൽ നാഡീവികാസ സംബന്ധമായ ഒരു അവസ്ഥയാണ്. ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ എന്ന് പറയും. തലച്ചോറിനെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇത് വ്യക്തിയുടെ ബുദ്ധിപരമായ പ്രവർത്തനങ്ങളിലും അവസരോചിതമായ പെരുമാറ്റങ്ങളിലും സാരമായ വെല്ലുവിളികൾ ഉണ്ടാക്കും. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ ഏർലി ഇന്റർവെൻഷൻ അല്ലെങ്കിൽ ആദ്യകാല ഇടപെടലുകൾ വഴിയാണ് നമുക്ക് ഈ ബൗദ്ധിക വെല്ലുവിളികൾ കൊണ്ടുള്ള പരിമിതികൾ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്നത്. അപ്പം എല്ലാ മേഖലകളിലും ഒരു കുട്ടി ജനിച്ച് ഒരു പ്രോബ്ലം ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നതോടുകൂടി ആ കുട്ടിക്ക് എല്ലാ മേഖലകളിലും പ്രശ്നങ്ങൾ കാണും. അപ്പൊ എല്ലാ മേഖലകളിലും കുട്ടിയുടെ പ്രായാനുസൃതമായ വളർച്ചയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുവാനും നിർണായകമായ ആദ്യ വർഷങ്ങളിൽ ഒരു കുട്ടി ജനിച്ച ആദ്യത്തെ വർഷങ്ങളിൽ തന്നെ നമുക്ക് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും കുടുംബത്തിന് വളരെയധികം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട്. കാരണം ഒരു പരിമിതിയുള്ള കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിനെ എങ്ങനെ നമ്മൾ പരിപാലിക്കണം, ഇപ്പം സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുവാൻ ആ കുഞ്ഞിന് എന്തെല്ലാം പിന്തുണ നൽകണം എന്ന് കുടുംബത്തിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഏകോപിത സേവനങ്ങൾ, ഒരാളല്ല ഒരുപാട് വിദഗ്ധരുടെ ഒരു ഏകോപിത സേവനങ്ങളുടെ ഒരു സംവിധാനമാണ് ഏർലി ഇന്റർവെൻഷൻ അഥവാ ആദ്യകാല ഇടപെടൽ എന്ന് പറയുന്നത്. അപ്പം ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് ബൗദ്ധിക വെല്ലുവിളിക്ക് എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്നുള്ളതാണ്. അപ്പം ഭൗതിക പ്രവർത്തനങ്ങൾ, ബുദ്ധിപരമായ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന പോരായ്മകൾ,
സാഹചര്യങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കാൻ കഴിയാതെ ഇരിക്കുക. ഒരു ഫോർ എക്സാമ്പിൾ, അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു പട്ടി നമ്മളെ കടിക്കാൻ വരികയാണ്. അപ്പം നമുക്കൊരു നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് അറിയാവുന്ന നമ്മൾ ഓടി രക്ഷപ്പെടണം, നമ്മൾ എവിടെ പോയി നിന്നാൽ ആ പട്ടിയുടെ കടിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം, പട്ടി നമ്മുടെ പുറകെ വരാതിരിക്കാം എന്ന് നമ്മൾക്ക് സാഹചര്യങ്ങൾക്ക് അനുസൃതമായി പെരുമാറാൻ നമുക്കറിയാം. പക്ഷെ ഒരു ഭൗതിക വെല്ലുവിളി നേരിടുന്ന ഒരു കുട്ടിക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ട് പ്രവർത്തിക്കാൻ കഴിയാൻ പറ്റാറില്ല. അപ്പൊ 18 വയസ്സിന് മുൻപ് തന്നെ ഈ ലക്ഷണങ്ങൾ കുഞ്ഞ് കാണിച്ചു തുടങ്ങും. ഇനി ഇതെങ്ങനെയാണ് നിർണ്ണയിക്കുന്നത്? ഒരു സൈക്കോളജിസ്റ്റ്, ഒരു ക്ലിനിക്കൽ ഒരു റീഹാബിലിറ്റേഷൻ സൈക്കോളജിസ്റ്റ് ആണ് ഒരു ഭൗതിക വെല്ലുവിളി കുട്ടിക്കുണ്ട്, അത് എത്രത്തോളം ഉണ്ട്, എത്രത്തോളം പ്രശ്നമുണ്ട്, ഏത് പ്രായത്തിനനുസരിച്ചുള്ള കുട്ടിക്കുണ്ട് നിർണ്ണയിക്കുന്നത് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ഒരു റീഹാബിലിറ്റേഷൻ സൈക്കോളജിസ്റ്റ് ആണ്. പക്ഷെ ഈ നിർണ്ണയം നടത്തണമെങ്കിൽ ഏകദേശം കുട്ടിക്ക് ഒരു 5 വയസ്സ് വരെ എങ്കിലും 5 വയസ്സെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ സൈക്കോളജിസ്റ്റ് പറയുന്ന ചില പ്രവർത്തികൾ ചെയ്തിട്ട് കുട്ടിക്ക് എത്രത്തോളം ബുദ്ധിപരമായിട്ട് കഴിവുകളുണ്ട്, ബുദ്ധിപരമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഒരു ഏകദേശം 5 വയസ്സ് വരെയെങ്കിലും എത്തും. അപ്പം 5 വയസ്സിലാണെങ്കിലേ നമ്മൾ ഭൗതിക വെല്ലുവിളിയുള്ള കുട്ടിയാണെന്ന് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ അതിനു മുമ്പ് നമ്മൾ പറയുന്നത് GDD എന്നൊരു കാറ്റഗറിയിലാണത്, ഗ്ലോബൽ ഡെവലപ്മെന്റൽ ഡിലേ എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലകളിലും കുട്ടിക്ക് പ്രശ്നങ്ങൾ കാണും. അത് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി അല്ലെങ്കിൽ ഭൗതിക വെല്ലുവിളിയാണോ എന്ന് തീരുമാനിക്കുന്നത് 5 വയസ്സിന് ശേഷമായിരിക്കും. അപ്പം അതുപോലെ തന്നെ സമൂഹം അനുശാസിക്കുന്ന ചില ആവശ്യകതകൾ നിർവഹിക്കാനുള്ള പ്രായാനുസൃതമായ കഴിവ് ആ കുട്ടിക്ക് കഴിവ് കാണില്ല. കാരണം ഒരു സമൂഹത്തിൽ ചെന്ന് എങ്ങനെ പെരുമാറണം, അപ്പൊ ബാക്കിയുള്ളവർ എന്നെ പറ്റി എങ്ങനെ വിചാരിക്കും, ഞാൻ എങ്ങനെ പെരുമാറിയാൽ ബാക്കിയുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാകില്ല എന്ന് മനസ്സിലാക്കാനുള്ള കഴിവും ആ കുട്ടിക്ക് ബുദ്ധിമുട്ടായിരിക്കും. അടുത്തത് ഇനിയിപ്പം ഞാൻ പറയാൻ പോകുന്നത് ഏതൊക്കെ മേഖലകളിലാണ് ആ കുട്ടിക്ക് പ്രശ്നം വരുന്നത് കുഞ്ഞിന്. അപ്പം ആദ്യമായിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത് ചലനശേഷിയിൽ ആ കുട്ടിക്ക് ബുദ്ധിമുട്ട് വരും, വളർച്ചാ ഘട്ടങ്ങളിൽ പ്രശ്നം വരും. രണ്ടാമത് ആശയവിനിമയത്തിൽ, കമ്മ്യൂണിക്കേഷൻ, എനിക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ട്, എനിക്കത് വേണം, എനിക്ക് അങ്ങനെ ചെയ്യണം, എനിക്ക് ഇങ്ങനെ ചെയ്യണം എന്ന് ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അതിൽ ആശയവിനിമയം ചെയ്യാൻ ആ കുഞ്ഞിന് ബുദ്ധിമുട്ട് കാണും. അതുപോലെ ഫുഡ് കഴിക്കാനുള്ള ഫീഡിങ് ഡിഫിക്കൽട്ടീസ്, ആഹാരം ഇറക്കാനുള്ള ഈ കുട്ടികൾ മസിലിന്റെ ടോൺ ചിലപ്പോൾ കുറവായിരിക്കും, അതുപോലെ പേശികൾക്ക് ശക്തി കുറവായിരിക്കും. അതുകൊണ്ട് അവരുടെ ശാരീരിക നില ശരിയായ രീതിയിൽ ശരീരം വെക്കാനുള്ള കഴിവിന് ബുദ്ധിമുട്ട് കാണും. ഇതുകൊണ്ടൊക്കെ തന്നെ ഫുഡ് കഴിക്കാനുള്ള പ്രശ്നങ്ങളും അഴിച്ചിറക്കാൻ ചവച്ചരയ്ക്കാനൊക്കെ ഉള്ള പ്രശ്നങ്ങൾ കുഞ്ഞിന് ബുദ്ധിമുട്ട് കാണും. അതുപോലെ അപസ്മാരം കണ്ടുവരുന്ന ഒരു കാര്യമാണ്. പിന്നെ സ്വഭാവം അല്ലെങ്കിൽ പെരുമാറ്റ രീതിയിൽ പ്രശ്നങ്ങൾ കാണും. പിന്നെ അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിലേക്ക് കടക്കുമ്പോൾ വിദ്യാഭ്യാസത്തിൽ ശരിക്കും മറ്റുള്ള കുട്ടികളുടെ കൂടെ എത്തിപ്പെടുവാനും ഈ കുട്ടിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ വരും. അപ്പൊ നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് ആ കുട്ടിയുടെ ജീവിതത്തിന്റെ ആദ്യ വർഷങ്ങളിൽ തന്നെ നമുക്ക് അത് പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. അത് പ്രത്യേകിച്ച് പറയാൻ കാര്യം നമ്മൾ ജനിക്കുമ്പോൾ 1 വയസ്സിനുള്ളിൽ 2 വയസ്സിനുള്ളിൽ മാക്സിമം 3 വയസ്സിനുള്ളിൽ നമ്മൾ ഈ പ്രവർത്തനങ്ങൾ, ഈ പരിഹാര പ്രക്രിയകൾ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ ഇതെല്ലാം പഠിപ്പിച്ചെടുക്കാനും അതുപോലെ കുട്ടിയുടെ തലച്ചോറിന് ഈ പ്രവർത്തികളെല്ലാം ശരിയായ രീതിയിൽ മനസ്സിലാക്കി പഠിക്കുവാനും കുറച്ച് എളുപ്പമായിരിക്കും. അതോടെ ഓരോ വർഷങ്ങൾ അങ്ങോട്ട് കഴിയും തോറും ഈ പഠിച്ചെടുക്കുവാനുള്ള ബുദ്ധിമുട്ട് കുഞ്ഞിന് കൂടിക്കൊണ്ടേയിരിക്കും. ഇനി എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, ഭൗതിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾ അവർക്ക് ബുദ്ധിപരമായിട്ടുള്ള ട്രെയിനിങ് മാത്രമല്ലേ കൊടുക്കേണ്ടത്, എന്തിനാണ് ഇപ്പോൾ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സെഷൻ വെച്ചതെന്ന് എല്ലാ പാരന്റ്സും ഒരു ചിന്തിക്കുമായിരിക്കും. അപ്പം നമ്മളത് മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഭൗതികപരമായ പ്രശ്നങ്ങൾ അഥവാ ഒരു ഭൗതികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ നിർണ്ണയിക്കുന്നത് 5 വയസ്സാകുമ്പോഴേക്കാണെന്ന് പറഞ്ഞു. പക്ഷെ ഒരു രോഗനിർണയം ചെയ്യുന്നതിന് മുൻപ് തന്നെ ആ കുഞ്ഞ് പ്രകടമാക്കുന്ന കുറെ ലക്ഷണങ്ങളുണ്ട്. ആ ലക്ഷണങ്ങൾ അത് നമ്മൾ എപ്പോഴും ഒരു ട്രീറ്റ്മെന്റ് സിംറ്റമാറ്റിക് ആയിരിക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ലക്ഷണങ്ങളെ നമ്മൾ ആദ്യം ട്രീറ്റ് ചെയ്ത് അതിന് പരിഹാരങ്ങൾ കണ്ടുപിടിക്കണം. അപ്പം ആദ്യമായി ഒരു കുഞ്ഞ് പ്രകടിപ്പിക്കുന്ന ലക്ഷണങ്ങൾ, ആ കുഞ്ഞിന്റെ മസിലിന് ടോൺ കുറവായിരിക്കും, ആ കുട്ടിക്ക് ചലനശേഷി കുറച്ച് കുറവായിരിക്കും. അതുപോലെ വളർച്ചാ ഘട്ടങ്ങൾ, ഒരു കുഞ്ഞ് ജനിച്ച് അത് വളരുന്നതിനനുസരിച്ച് ഓരോ വളർച്ചാ ഘട്ടങ്ങളിലും കുഞ്ഞ് പ്രകടിപ്പിക്കേണ്ടതായ കുറച്ച് സ്കിൽസ് അഥവാ കഴിവുകളുണ്ട്. ആ
കഴിവുകളെല്ലാം ആ കുഞ്ഞിന് എപ്പോഴും ഡിലേ, കുറച്ച് കാലതാമസം നേരിടും. പക്ഷെ ആ കാലതാമസം അങ്ങനെ ആയിക്കോട്ടെ, കുഞ്ഞ് എപ്പോഴെങ്കിലും നടക്കും, കുഞ്ഞ് എപ്പോഴെങ്കിലും ഇരിക്കും, കുറച്ച് സമയം എന്ന് പറയുമായിരിക്കും. എന്നാലും അത് പെട്ടെന്ന് തന്നെ. മിസ് ദിവ്യ മണികണ്ഠൻ ഒന്ന് മ്യൂട്ട് ആക്കാമോ? അത് നമ്മൾ പരിഹരിച്ചു കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പം ഇഴയുക, ഇരിക്കുക, നടക്കുക തുടങ്ങിയ ശരീരത്തിന്റെ മൊത്തമായുള്ള ചലനങ്ങളിൽ കാലതാമസം വരും. സംസാര ഭാഷാ വികസനത്തിലുള്ള താമസവും ആശയവിനിമയത്തിലെ പ്രശ്നങ്ങളും വരും. പിന്നെ സ്വയം ചെയ്യാൻ ഉള്ള കഴിവുകൾ കുഞ്ഞിന് കാണില്ല. അപ്പൊ നമ്മൾ ഈ ബോഡിയെ, നമ്മൾ ശരീരത്തെ ഒരുപാട് സ്ട്രെങ്തൻ ചെയ്ത് ആ കുഞ്ഞിനെ ഒരു പ്രവൃത്തി ചെയ്യാനുള്ള കഴിവുകൾ ഉണ്ടാക്കി കൊടുത്തെങ്കിലേ ആ കുട്ടിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെല്ലാം മികവ് കാട്ടുകയുള്ളൂ. അപ്പൊ സ്വയം ആഹാരം കഴിക്കണം, ഒരു കുഞ്ഞ് സ്വയം വസ്ത്രം ധരിക്കണം, ടോയ്ലറ്റ് പോകുമ്പം എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നിങ്ങനെ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുകളുടെ വികസനത്തിലുള്ള കാലതാമസവും അവിടെ നേരിടും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ചലനശേഷി പരിഹരിക്കാനുള്ള പ്രവൃത്തികൾ നമ്മൾ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സഹായത്തോടു കൂടി നമ്മൾ ഏറ്റവും ആദ്യം കഴിയുമെങ്കിൽ കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ഒരു പീഡിയാട്രിഷ്യൻ അല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റൽ തെറാപ്പിസ്റ്റിന് മനസ്സിലാവും കുഞ്ഞ് ടോൺ കുറച്ച് കുറവാണ്. പിന്നെ അതുപോലെ ഏറ്റവും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്താണ് കൈകാലിട്ടടിക്കുക, റിവേഴ്സൽ കിക്കിംഗ് എന്ന് പറയും. കൈകളടിക്കുക, കാലടിക്കുക, അങ്ങനെ ഒരു കുഞ്ഞിന്റെ ബോഡിയെ ആ കുഞ്ഞ്. സൗണ്ട് കുറവാണ്, കുറച്ച് കൂട്ടാൻ പറ്റും? ഇപ്പോൾ കേൾക്കാമോ? കുറച്ച് സൗണ്ട് കൂടുതലുണ്ടോ? സൗണ്ട് ക്ലിയർ ആണോ? സൗണ്ട് ക്ലിയർ ആണ്. ഓക്കെ. അപ്പം സ്വന്തമായി ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കുഞ്ഞിന് വരുന്നതാണ്. അപ്പം അതിന് നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ എത്രയും പെട്ടെന്ന് തന്നെ ഒരു പീഡിയാട്രിഷ്യൻ ഡെവലപ്മെന്റൽ തെറാപ്പിസ്റ്റിന് ജനിക്കുമ്പോൾ തന്നെ ഒരു സൗണ്ട് 1-2 പേർക്ക് കേൾക്കുന്നില്ല എന്ന് പറയുന്നു. അവിടെ മിസ് രേഖ നായർ അവിടെ ശ്രദ്ധിക്കാമോ? കാരണം ഞങ്ങൾക്ക് ഇവിടെ കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. എന്താണ് മിസ് ഐശ്വര്യ, കേൾക്കുന്നുണ്ടോ? സൗണ്ട് കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് മാഡം. കേൾക്കുന്നില്ല ഇവിടെ. അതെ, കുറെ പേർക്ക് കേൾക്കുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ സൈഡിലുള്ള പ്രശ്നങ്ങളായിരിക്കാം. ഇവിടെ നിന്ന് ടെക്നിക്കൽ ഇഷ്യൂസ് ഒന്നും ഇതുവരെ ഇല്ല. അപ്പൊ നിങ്ങളുടെ സൈഡിൽ നിന്ന് തന്നെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യണേ. അപ്പം അങ്ങനെ എത്ര ടോൺ കുറവായിട്ട് കാണുന്നു ആ സമയത്ത് തന്നെ അവർക്ക് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന് നമുക്ക് റെഫർ ചെയ്യുകയും എത്രയും പെട്ടെന്ന് ടോൺ ബെറ്റർ ആക്കാനുള്ള ടോൺ പ്രോബ്ലംസ് പരിഹരിക്കാനുള്ളതും ചലനശേഷി കൂട്ടുവാനൊക്കെയുള്ള എക്സസൈസസ് ആദ്യം മുതലേ തന്നെ നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇനി ഇതിപ്പം ഒരു കുട്ടിയുടെ സാധാരണ രീതിയിലുള്ള വളർച്ചാ ഘട്ടങ്ങളാണ്. ഒരു 3-4 മാസം ആകുമ്പോഴത്തേക്കും ഒരു കുഞ്ഞ് കമിഴ്ന്ന് വീണ് തല ഉയർത്തിപ്പിടിച്ച് കളിക്കണം. അതായത് തല ഉറയ്ക്കണം കുഞ്ഞിന്റെ. 7 മുതൽ ഏകദേശമാണിത് 7 മുതൽ മാസം വരെ പ്രായത്തിനുള്ളിൽ കുഞ്ഞ് തന്നെ ഇരുന്ന് ബാലൻസ് ചെയ്യണം. അടുത്തത് എഴഞ്ഞില്ല, 4 കാലിൽ മുട്ടുകാലിൽ എഴയുക എന്ന് പറയും. 9-10 മാസത്തിനുള്ളിൽ അത് എഴയണം. 11-12 മാസം ആകുമ്പോഴത്തേക്കും കുഞ്ഞ് പിടിച്ചു നിൽക്കുകയും പിടിച്ച് നടക്കുകയും ചെയ്യണം. 13-14 മാസം ആകുമ്പോഴത്തേക്കും ഒരു കുഞ്ഞ് തന്നെ നടക്കാൻ പഠിക്കണം. 15 മാസമായിട്ടും ഒരു കുട്ടിക്ക് തന്നെ നടക്കാൻ പറ്റുന്നില്ല എന്ന് അത് ഡിലേ ആയിട്ട് തന്നെ. അപ്പം ഇങ്ങനെ ഇപ്പം അത് നടക്കുന്നുണ്ടോ എന്ന് വരെ നോക്കരുത്. ഒരു കുഞ്ഞിനെ തല ഉറയ്ക്കാൻ തന്നെ ബുദ്ധിമുട്ട് വരുമ്പോൾ തന്നെ നമ്മൾ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സഹായം തേടേണ്ടതാണ്. ഇനി നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ടോണിന്റെ പ്രോബ്ലംസ് കാണും. ടോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ മസിലിന് എല്ലാ പേശികൾക്കും ഒരു പ്രോപ്പർട്ടി ഉണ്ട്. കാരണം ഒരുപാട് ടൈറ്റ് ആയിരിക്കത്തില്ല, ഒരുപാട് ലൂസ് ആയിരിക്കത്തില്ല, ഒരു നോർമൽ ആയിരിക്കും. അപ്പം ഈ കുഞ്ഞുങ്ങൾക്ക് ടോണിന് കുറച്ച് എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ബാക്കി എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും നന്നായിട്ട് കേൾക്കാം. ബിന്ദു, അനിൽ ഒന്ന്
ഇപ്പം ടോൺ ഇപ്പം ജനിക്കുമ്പോ തന്നെ ഞാൻ പറഞ്ഞല്ലോ ടോണിന് പ്രോബ്ലം ഉണ്ടായിരിക്കുമെന്ന്. അപ്പൊ നമ്മൾ മുലയൂട്ടുന്ന സമയം മുതൽ കുഞ്ഞിന്റെ ശാരീരിക നില, അപ്പൊ പോസ്റ്റർ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം ഇത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്, ആദ്യ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു അമ്മ കുഞ്ഞിനെ ഒരുപാട് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാതെ മുലയൂട്ടുകയാണ്. അതേസമയം രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്നത് പോലെ വേണം കുഞ്ഞിന്റെ മുലയൂട്ടുന്ന സമയത്ത് കുഞ്ഞിനെ പൊസിഷൻസ് പിടിക്കാൻ. ഇതിനകത്ത് അമ്മ കുഞ്ഞിന്റെ ശരീരവും വളരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, തലയുടെ ഭാഗത്തും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അഥവാ ഇങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ മുലപ്പാൽ കുഞ്ഞിന്റെ ശ്വാസകോശത്തിൽ പോകാനും ശ്വാസ തടസ്സത്തിനും സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പം ജനിച്ച ഉടനെ തന്നെ ടോണിന് എന്തെങ്കിലും കുഞ്ഞിന് കുറച്ച് വീക്ക്നെസ് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ഈ മുലയൂട്ടുന്ന സമയത്ത് തന്നെ കുഞ്ഞിന്റെ പൊസിഷനുകൾ ശ്രദ്ധിക്കേണ്ടത്. അടുത്തത് കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്ന വിധമാണ്. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ ടോണിന് കുറച്ച് പ്രശ്നങ്ങൾ കുഞ്ഞിന് കാണും. അപ്പം ഭൗതിക വെല്ലുവിളിയുള്ള കുട്ടികൾക്ക് മസിലിന് ശരിക്കും സ്ട്രെങ്ത് കാണില്ല. ഈ സമയത്ത് ആ കുട്ടികൾക്ക് വായ്ക്കുള്ളിലെ പേശികൾക്കും ശരിയായ ഒരു സ്ട്രെങ്ത് കാണില്ല. നാക്കിലും ചലനശേഷി കുറവായിരിക്കും. അപ്പൊ എപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യം, കുഞ്ഞിനെ ചിലപ്പോൾ മടിയിൽ മലർത്തി കിടത്തി അമ്മമാര് ഫുഡ് കൊടുക്കുന്നതാണ്. അത് വളരെ തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ്. അപ്പം ആദ്യം ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന തെറ്റായ രീതിയാണ്. കാരണം അതിനകത്ത് കുട്ടിയുടെ തല ഇങ്ങനെ മലർന്നിരിക്കുകയാണ്. മലർന്നിരിക്കുമ്പോൾ ആ കുട്ടിക്ക് എപ്പോഴും നമ്മുടെ നാക്കിന്റെ ചലനം മൂലമാണ് നമുക്ക് വായ്ക്കുള്ളിലെ ആഹാരം പല രീതിയിലാക്കുവാനും ചാടിക്കാനും സാധിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെ കുറച്ച് തലയുടെ ഭാഗം പൊട്ടി വെച്ചിട്ട് വേണം ഈ കുഞ്ഞിന് ശരിക്കും ആഹാരം കൊടുക്കാൻ. ഇല്ലെങ്കിൽ പിന്നെയും ശ്വാസനാളത്തിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ കുറച്ചുകൂടെ വലിയ കുട്ടിയാണെങ്കിൽ ഒരു കസേരയിൽ ഇരുത്തിയിട്ട് കുറച്ച് തനിയെ ആഹാരം കഴിക്കാൻ പഠിപ്പിക്കാൻ ശ്രമിക്കാം. പിന്നെ അതുപോലെ തന്നെ കെയർ ടേക്കർ കുട്ടിയുടെ ഫ്രണ്ടിൽ ഇരുന്ന് ബോഡി ശരിയായ രീതിയിൽ സപ്പോർട്ട് ചെയ്തതിന് ശേഷം വേണം കുട്ടിക്ക് ആഹാരം കൊടുക്കാനായിട്ട്. ഇനി എല്ലാവരും പറയുന്നത് ഈ ശാരീരിക പ്രവൃത്തികൾ അല്ലെങ്കിൽ വ്യായാമങ്ങൾ എങ്ങനെയാണ് കുട്ടിയുടെ ബുദ്ധിവികാസത്തെ സ്വാധീനിക്കുന്നത്. ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ, ഒരു കളികളിലൂടെയുള്ള വ്യായാമങ്ങൾ വഴി കുട്ടി ചെയ്യുകയാണെങ്കിൽ ആ പ്രവൃത്തികൾ കുട്ടി റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുകയും കുട്ടിയുടെ തലച്ചോറിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയും ചെയ്യും. സ്വയം തീരുമാനമെടുക്കാനുള്ള കഴിവ്. മിസ് സുചിത്ര, പവിത്രശ്രീ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? അപ്പം കളികളിലൂടെ വ്യായാമങ്ങൾ വഴി ആ കളി പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാനും നമ്മുടെ തലച്ചോറിനുള്ളിൽ അത് രജിസ്റ്റർ ചെയ്യാനും പറ്റും. അപ്പം ഓരോ പ്രാവശ്യം തലച്ചോറിനുള്ളിൽ രജിസ്റ്റർ ചെയ്യുന്നത് വഴി ആ കുട്ടി പുതിയൊരു കഴിവ് പഠിക്കുകയാണ്. അതുപോലെ സ്വയം തീരുമാനമെടുക്കാനുള്ള ഒരു കഴിവ്. ഒരു ബോൾ എറിയുകയാണ്, ബോൾ കട്ടിലിനടിയിൽ പോയി, അപ്പൊ ഞാൻ കുനിഞ്ഞു ചെന്ന് അത് എടുക്കണം എന്ന് ഒരു സ്വയം തീരുമാനമെടുത്ത് അത് എടുത്തുകൊണ്ട് വരുമ്പോൾ കുഞ്ഞ് അതും ഒരു പുതിയൊരു സ്കിൽ, ഒരു പുതിയൊരു കഴിവ് പഠിക്കുകയാണ്. പിന്നെ അതുപോലെ പ്രവർത്തന രീതികൾ കൂടുമ്പോൾ ആശയവിനിമയത്തിനുള്ള കഴിവും ആശയവിനിമയത്തിനുള്ള സാധ്യതയും ഭാഷാ പരിജ്ഞാനത്തിനുള്ള സാധ്യതയും കൂടുകയാണ്. ബോൾ എനിക്ക് വേണം, ഞാൻ ഇന്നാൾക്ക് എറിഞ്ഞു തരാം, ഇങ്ങനെയുള്ള ഭാഷകൾ പഠിക്കുന്നത് വഴി ആശയവിനിമയത്തിനുള്ള ഒരു സാധ്യതയും നമ്മൾ തുറന്നു കൊടുക്കുകയാണ്. അതുപോലെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കും. എനിക്ക് തന്നെ ആദ്യം വേണം, അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികൾ ഈ പ്രവർത്തന രീതികളിലൂടെ പഠിക്കുമ്പോൾ ഒരാൾ കളിച്ച് കഴിഞ്ഞിട്ടേ വേറൊരാൾ കളിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആകുമ്പോൾ കുട്ടികൾക്ക് കുറച്ചുകൂടെ ക്ഷമാശീലവും വികാരങ്ങളെ നിയന്ത്രിക്കാനും കുട്ടികളെ പഠിക്കും. പിന്നെ അതുപോലെ സമൂഹത്തിൽ ഇടപെടലുകൾ നടത്താനും കുട്ടി പഠിക്കുന്നതാണ്. ഇനി നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ കുറച്ച് ശരീരത്തിന് കൺട്രോൾ കുറവുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ മസിലിന് ശക്തി കുറവുള്ള കുട്ടികൾ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അടുത്ത് വരുമ്പോൾ ഞങ്ങൾ കുറെ വ്യായാമങ്ങൾ ചെയ്യിപ്പിക്കും. ഞങ്ങൾക്ക് അതിന് ഒരുപാട് പേരുള്ള വ്യായാമങ്ങളുണ്ട്. അതുപോലെ കോർ സ്റ്റെബിലിറ്റി എക്സസൈസസ്, ട്രങ്ക് സ്റ്റെബിലിറ്റി എക്സസൈസസ്, പ്രോക്സിമൽ സ്റ്റെബിലിറ്റി എക്സസൈസ്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ഈ സെഷനിൽ പറയുന്നത് തന്നെ ഈ എക്സസൈസസ് നിങ്ങൾ കെയർ ടേക്കർ എന്നുള്ള രീതിയിൽ വീട്ടിൽ ചെയ്യാൻ എങ്ങനെയൊക്കെ പറ്റും. കാരണം എപ്പോഴും ഒരു കെയർ ടേക്കർ, ഒരു പാരന്റ് ആണ് കുട്ടിയുടെ കൂടെ ഉള്ളത്. ഞങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം 1 മണിക്കൂറായിരിക്കും കാണുന്നത്. അപ്പൊ കുട്ടിയുടെ മെയിൻ തെറാപ്പിസ്റ്റ് നിങ്ങൾ തന്നെയാണ്, ഒരു പാരന്റ് തന്നെയാണ്. അപ്പം വീട്ടിൽ എന്തൊക്കെ നമുക്ക് ചെയ്യിപ്പിക്കാം എന്നുള്ളതാണ് ഈ സെക്ഷനിൽ പ്രത്യേകിച്ച് നമ്മൾ പറയുന്നത്. അപ്പൊ പ്രത്യേകിച്ച് മൊത്തം ഒരു ശരീരത്തിന് ഒരു കുട്ടിക്ക് മൊത്തമായുള്ള ചലനങ്ങളുമുണ്ട്, സൂക്ഷ്മ ചലനങ്ങളുമുണ്ട്. അപ്പൊ ഈ രണ്ട് രീതിയിലും രണ്ടിനും നമ്മൾ എക്സസൈസ് നമ്മൾ കൊടുക്കണം. ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഇനി ആദ്യം നമ്മൾ പറയുന്നത് മൊത്തമായിട്ടുള്ള ചലനങ്ങളാണ്.
മൊത്തമായിട്ടുള്ള ചലനങ്ങൾ എന്ന് പറഞ്ഞാൽ മുട്ടിലെഴയുക, ഓടുക, ചാടുക, തൂങ്ങിക്കയറുക, നടക്കുക എന്നിവയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ എന്നാണ്. കുഞ്ഞ് മുട്ടിലെഴഞ്ഞു പോകുമ്പോഴാണ് കുട്ടിക്ക് ആ കോർഡിനേഷൻ വന്നിട്ട് കൈകളിലേക്ക് ബോഡിയുടെ ഭാരം എടുക്കാനുള്ള കഴിവ് കിട്ടുന്നത്. അതിനനുസരിച്ചാണ് അടുത്ത ഡെവലപ്മെന്റിലേക്ക് കുഞ്ഞ് പോകുന്നത്. അപ്പം ഈ മൊത്തമായ ചലനങ്ങളെല്ലാം നമ്മൾ കുട്ടിക്ക് പ്രത്യേകിച്ച് നമ്മൾ ചെയ്യിപ്പിക്കാനുള്ള ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ഇതെല്ലാം ചെയ്യാനുള്ള ഒരു സേഫ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഒരു സാഹചര്യം കുഞ്ഞിന് ഒരുക്കി കൊടുക്കുക. ഇപ്പൊ വീട്ടിലാണെങ്കിൽ മുട്ടിലെഴഞ്ഞു പോകുമ്പോൾ അപകടങ്ങളൊന്നും സംഭവിക്കാത്ത രീതിയിലുള്ള ഒരു സാഹചര്യം കുട്ടിക്ക് ഒരുക്കി കൊടുക്കുക. കുട്ടിക്ക് ഓടാനുള്ള സാഹചര്യം, ചാടാനുള്ള ഒരു സാഹചര്യം, തൂങ്ങിക്കയറാൻ, ഇപ്പൊ ജനലിന്റെ പടികളിലൊക്കെ പിടിച്ച് തൂങ്ങിക്കയറാൻ ഒക്കെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടതാണ്. വരാമോ? ഇത് മാറ്റാൻ പറ്റുന്നില്ല സ്ലൈഡ്. ഇല്ല, പ്രസന്റേഷൻ ഇസ് നോട്ട് ഇടയ്ക്കാരോ ചെയ്തോ. പ്രസന്റേഷൻ കാണുന്നില്ല ആർക്കും? കാണുന്നില്ല. ഓക്കെ. ഇനി നമ്മൾക്ക് ഈ ഇത്രയുള്ള മൊത്തമായുള്ള ചലനങ്ങൾ എങ്ങനെ കുട്ടികൾക്ക് നമുക്ക് വീട്ടിൽ ചെയ്യിപ്പിക്കാമെന്നറിയാം. സൈക്കിൾ ചവിട്ടുക. സൈക്കിൾ ചവിട്ടുക എന്ന് പറഞ്ഞാൽ ആദ്യം കുട്ടിക്ക് 3 വീലുള്ള സൈക്കിളെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഒരു കുട്ടിക്ക് 3 വീലുള്ള സൈക്കിൾ ചിലപ്പം ചവിട്ടാൻ പറ്റില്ലായിരിക്കും. അത് നമ്മൾ ഒരു വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, സൈക്കിളിന്റെ മുന്നിൽ ഒരു ചെറിയ കയറ് കെട്ടിയിട്ട് കുട്ടിയുടെ കാലുകളെ പെഡലിൽ വെച്ചിട്ട് കയറ് നമ്മൾ പതുക്കെ വലിക്കുക. അപ്പോൾ സൈക്കിൾ മൂവ് ചെയ്യുമ്പോൾ കുട്ടിക്ക് കുറച്ച് ഒരു ചവിട്ടാനുള്ള ഒരു ഇൻട്രസ്റ്റ് വരികയും ചെയ്യും. അങ്ങനെ കുട്ടിയെ നമുക്ക് ട്രെയിൻ ചെയ്യാം. ഈ രണ്ടാമത്തെ കാണിച്ചിരിക്കുന്നത് കൈകളെ തറയിൽ ഊന്നി നടത്തിപ്പിക്കുക. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് വീട്ടിൽ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഈ തറയിൽ ഊന്നി നടത്തിപ്പിക്കുമ്പോഴത്തേക്കും നമുക്ക് കുട്ടിക്ക് ബോഡിയുടെ വെയിറ്റ് നമ്മുടെ കൈകളിലേക്ക് എടുക്കാൻ കുട്ടി പഠിക്കുന്നു. മൂന്നാമത്തേത് കൈകൾ മുകളിലേക്ക് ഉയർത്തിയുള്ള കളികളിൽ ഏർപ്പെടുക. ഓവർ ഹെഡ് ആക്ടിവിറ്റീസ് എന്ന് പറയും. കൈകൾ മുകളിലേക്ക് ഉയർത്തിയുള്ള കളികൾ ചെയ്യുമ്പോഴത്തേക്കും പ്രോക്സിമൽ സ്റ്റെബിലിറ്റി അഥവാ ശരീരത്തിന്റെ മുകളിലത്തെ ഭാഗങ്ങൾക്കുള്ള ആ സ്റ്റെബിലിറ്റി നന്നായിട്ട് കിട്ടുകയും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വായ്ക്കുള്ളിലെ പേശികളെല്ലാം ശക്തിപ്പെടുത്തി നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഒക്കെയുള്ള കഴിവ് നേടുകയും ചെയ്യും. അടുത്തത് തൂങ്ങിയാടുക. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന എല്ലാവർക്കും തൊട്ടിൽ കെട്ടുന്ന കമ്പുണ്ടെങ്കിൽ അത് കെട്ടിയിട്ടിട്ട് കുട്ടിക്ക് അതിനകത്ത് പിടിച്ചിരുന്ന് ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് എഴുന്നേക്കാനും അല്ലെ തൂങ്ങി ആടി കളിക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക. ഇതൊക്കെ വളരെ കുറച്ച് സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. എപ്പോഴും ഒരു കെയർ ടേക്കർ കൂടെ നിന്നിട്ട് വേണം ഈ എക്സസൈസസ് ഒക്കെ കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ുള്ള ചലനങ്ങളിൽ നിന്നാണ് സൂക്ഷ്മ ചലനങ്ങൾ രൂപപ്പെടുന്നത്. ഞാനത് പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം, ഈ എഴുതാനൊക്കെ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾ ഇപ്പം വന്നിട്ട് പറയാം, മാഡം എഴുതാൻ പറ്റുന്നതിൽ കുട്ടിക്ക് കൈക്ക് എക്സസൈസ് കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ കൈക്ക് മാത്രം എക്സസൈസ് കൊടുത്താൽ കുട്ടിക്ക് ഒരിക്കലും എഴുതാൻ സാധിക്കില്ല. കാരണം ബോഡിക്ക് കൺട്രോൾ ഉണ്ടെങ്കിൽ മാത്രമേ കൈ ശരിയായിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യാൻ കുട്ടിക്ക് പ്രാപ്തനാവുകയുള്ളൂ. അതുകൊണ്ട് ഈ മൊത്തമായുള്ള ചലനങ്ങൾ നമ്മളെ വളരെ വ്യക്തമായിട്ട് തന്നെ ചെയ്യേണ്ടതാണ്. ഇനി സൂക്ഷ്മ ചലനങ്ങൾ എന്ന് പറഞ്ഞാൽ കൈകളിലെ ചെറിയ പേശികൾ ഉപയോഗിച്ച് സൂക്ഷ്മമായി ചെയ്യുന്ന പ്രവൃത്തികളാണ്. എത്തിപ്പിടിക്കുക, എന്തെങ്കിലും സാധനം പിടിക്കുക, റിലീസ് ചെയ്യുക. എന്ന് വെച്ചാൽ താഴോട്ട് വീഴുകയല്ല, പതുക്കെ ഒരു കയ്യിലോട്ട് വീഴുക, റിലീസ്. ഇത് ഒരു സൂക്ഷ്മ ചലനമാണ്. പിന്നെ ബാക്കിയുള്ള വസ്തുക്കളെല്ലാം കൈകാര്യം ചെയ്യുക. ഇതൊക്കെ സൂക്ഷ്മ ചലനങ്ങളാണ്. ഇനി നമുക്കിതൊക്കെ എങ്ങനെ ചെയ്യിപ്പിക്കാം എന്നുള്ളത് ഈ സെഷന് ഇടയ്ക്ക് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഇത് ഒരു കയ്യിൽ നിന്നും ഒരു കൈയിലേക്ക് മാറ്റാം, ഒരു ആക്ടിവിറ്റി നമുക്ക് കൊടുക്കാം. പിന്നെ ചെറിയ സാധനങ്ങൾ പെറുക്കി എടുക്കാൻ കൊടുക്കാം. പിന്നെ മുത്ത് കോർക്കുക. പിന്നെ സ്പോഞ്ച് ഉള്ള വെള്ളത്തിൽ മുക്കി പിഴിയാൻ കുട്ടികളെ പഠിപ്പിക്കുക. അതുപോലെ സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ച് സ്പ്രേ ചെയ്യുക. ഇതൊക്കെ വീട്ടില്
വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളായിരിക്കും. പക്ഷേ സ്പോഞ്ച് വെള്ളത്തിൽ മുക്കി പിഴിയുക എന്നൊക്കെ പറയുന്നത് വളരെ നല്ലൊരു റെസിസ്റ്റഡ് എക്സസൈസസ് ആണ്. കാരണം അതിന്റെ പ്രതിരോധം കൂടെ നമുക്ക് നല്ലൊരു സ്ട്രെങ്തനിങ് നമ്മുടെ കൈയുടെ മസിൽസിന് കിട്ടും. അതുപോലെ ഈ സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ച് സ്പ്രേ ചെയ്യുന്നതും അതുപോലെയാണ്. പിന്നെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യുന്നത് ഒരു കാണിക്കപ്പെട്ടിയിലേക്ക് നാണയം ഇടുക. കാണിക്കപ്പെട്ടി വഞ്ചിപ്പെട്ടിയൊക്കെ എല്ലാവർക്കും കാണുന്നതാണ്. പക്ഷെ അതൊരു നാണയം എടുത്തിടുക എന്ന് പറയുമ്പോൾ ഹാൻഡ് ഐ കോർഡിനേഷൻ, കൈകളും കണ്ണുകളും ഏകോപിച്ച് പ്രവർത്തിക്കാൻ കുഞ്ഞ് പഠിക്കുകയാണ്. വളരെ ഒരു ഫൈൻ മൂവ്മെന്റ് ആണ്. പിന്നെ കത്രികയുടെ ഉപയോഗം പരിശീലിപ്പിക്കുക. വളരെ സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കത്രികകളുണ്ട്. അത് വെച്ച് കത്രികയുടെ ഉപയോഗം പരിശീലിപ്പിക്കുന്നതും ഫൈൻ മോട്ടോർ സ്കിൽസിന് വളരെ നല്ലതാണ്. പിന്നെ ചിത്രത്തിൽ കാണുന്നത് പോലെ ചപ്പാത്തി മാവ് ഉപയോഗിച്ച് കുട്ടിയെ പ്രവൃത്തികൾ ചെയ്യാൻ കുട്ടിയെ പ്രാപ്തനാക്കുക. കാരണം ഉരുട്ടുക, പ്രസ് ചെയ്യുക എന്നൊക്കെ ഈ കൈക്കുള്ളിലുള്ള മസിലുകൾക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ്. പിന്നെ വീട്ടിലുള്ള സാരി ക്ലിപ്സ് ഉണ്ടല്ലോ, സാരി ക്ലിപ്സ്, ഇതൊക്കെ വീട്ടിലുള്ള വളരെ വളരെ എക്സ്പെൻസീവ് അല്ല, വീട്ടിലുള്ള കാര്യങ്ങളാണ്. അത് നമുക്ക് മേടിക്കണമെങ്കിൽ വളരെ വിലയൊന്നും ആകില്ല. സാരി ക്ലിപ്പുകൾ ഉപയോഗിച്ച് ചെറിയ സാധനങ്ങൾ പിറക്കിയെടുക്കാൻ കുട്ടിയെ പരിശീലിപ്പിക്കുന്നത് വഴി കൈക്കുള്ള മസിൽസ് വളരെ ശക്തിപ്പെടുകയും വളരെ ഫൈനായിട്ട് നമ്മൾ കുട്ടികളെ ട്രെയിൻ ചെയ്യാനും പറ്റും. വളരെ ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വഴി കുട്ടിയുടെ കോൺസെൻട്രേഷൻ, അറ്റൻഷൻ, പിന്നെ ഇരുന്നൊരു കാര്യം ചെയ്യാനുള്ള കഴിവ്, സിറ്റിംഗ് ടോളറൻസ് എന്നിവ കൂടുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ, ഓരോ പ്രവർത്തികൾ ചെയ്യുമ്പോഴും കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് തന്നെ പഠിക്കുന്നുണ്ട്. ആ വസ്തുവിന്റെ ഷേപ്പ്, സൈസ് അതെല്ലാം പഠിക്കുന്നുണ്ട്. പിന്നെ ഇതൊന്നും കൊടുത്തിട്ടും ഒട്ടും പറ്റുന്നില്ല എന്നുള്ള കാര്യങ്ങളിൽ നമ്മൾ അഡാപ്റ്റീവ് ഉപകരണങ്ങൾ ഉപയോഗിക്കും. അഡാപ്റ്റീവ് ഉപകരണങ്ങൾ എന്ന് വെച്ചാൽ നമുക്കൊരു പ്രവൃത്തി ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് കസേരയിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഞാനൊരു സഹായിയുടെ സഹായം തേടും. അതുപോലെ നമ്മൾ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തന്നെ നമ്മൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരുപാട് ഉപകരണങ്ങളാണ് അഡാപ്റ്റീവ് എയ്ഡ്സ്. കാരണം വെള്ളം കുടിക്കാനായിട്ട് ശരിക്കും പറ്റുന്നില്ല, എനിക്ക് പ്രത്യേക രൂപകൽപ്പന ചെയ്ത ഗ്ലാസസ് ഉണ്ട്, സ്പൂൺ, വളഞ്ഞിരിക്കുന്ന സ്പൂണുകളുണ്ട്, സിപ്പിന് പകരം വെൽക്രോ സ്ട്രാപ്സ് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അഡാപ്റ്റീവ് എയ്ഡ്സ് ഉണ്ട്. പിന്നെ എഴുതാൻ ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു ബോളിനുള്ളിൽ കൂടി, പന്തിനുള്ളിലൂടെ പേന കയറ്റി ഉപയോഗിക്കാം. അതുപോലെ പേന പിടിക്കുന്ന ഭാഗത്ത് ക്ലേ അല്ലെങ്കിൽ തുണി കെട്ടി വെക്കുക. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് വളരെ മൈന്യൂട്ട് ഗ്രിപ്പ് അല്ലാതെ നമുക്ക് കുറച്ച് ആ ഭാഗം കുറച്ച് വലിപ്പം കൂട്ടി നമ്മൾ എഴുതാനുള്ള നമ്മൾ ഇത് കൊടുക്കുകയും ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ചെയ്യുന്ന എഴുതാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ആദ്യം വളരെ മെലിഞ്ഞ പേന കൊടുക്കാതെ വലിപ്പം കൂടിയ പേന ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ഫൈൻ ഗ്രാസ്പ് അല്ലാതെ കുട്ടികൾക്ക് അത് ചെയ്യാൻ പറ്റും. പിന്നെ പേന പിടിക്കുന്ന ഭാഗത്ത് മുറുക്കം കിട്ടാനായിട്ട് ഗ്രിപ്പർ പോലെയുള്ള സാധനങ്ങൾ ഘടിപ്പിക്കുക. ഇതെല്ലാം ഇവിടെ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് അത് ഓരോന്നായിട്ട് സെഷൻ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. പിന്നെ ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾ പിന്നെ താഴെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പ്രകടിപ്പിച്ചേക്കാം. ഓർമ്മക്കുറവ് കാണിച്ചേക്കാം. പിന്നെ പഠന പരിമിതികൾ, ലേണിംഗ് ഡിസബിലിറ്റീസ് പോലെ ലേണിംഗ് ശരിക്കുള്ള ഒരു പ്രകടമാക്കാതെ പോകാം. പിന്നെ അതുപോലെ മണി മാനേജ്മെന്റ് എന്ന് പറയും. പണം എനിക്കൊരു 100 രൂപ തന്നിട്ട് ഞാൻ മേടിച്ച സാധനത്തിന് ബാക്കി പൈസ മേടിക്കാന്. പിന്നെ സാമൂഹിക നിയമങ്ങൾ, നമ്മൾ റോഡിൽ ഇറങ്ങുകയാണെങ്കിൽ ട്രാഫിക് റൂൾസ് ഉണ്ട്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകണം, അവിടുത്തെ കുറെ കാര്യങ്ങൾ പാലിക്കാനുണ്ട്. അതൊക്കെ ശരിക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സാമൂഹ്യ ഇടപെടലുകൾ നടത്താനുള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ ഒരു പ്രവൃത്തിയുടെ അനന്തര കോൺസിക്വൻസസ് അറിയാത്തത് കാരണം ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന് നോക്കാതെ ആ പ്രവൃത്തി ചെയ്തു പോകും. ഇങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വെല്ലുവിളികൾ, ഇതെല്ലാം ഈ കുട്ടികൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം ഇതിനെപ്പറ്റിയുള്ള ക്ലാസ് അടുത്ത സെഷനിൽ ഞങ്ങളുടെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ ക്ലാസ്സും കേൾക്കണം. കാരണം ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ അവര് പറഞ്ഞു തരുന്നതായിരിക്കും. താങ്ക് യു. ഇനി നമ്മുടെ ചോദ്യോത്തര വേളയാണ്. പാർട്ടിസിപ്പൻസിന് സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാവുന്നതാണ്. മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാവുന്നതുമാണ്. ചോദ്യം ഞങ്ങൾ വായിച്ചിട്ട് ഉത്തരം നൽകാം. ഹലോ മാം. നേരത്തെ പറഞ്ഞതുപോലെ 18 വയസ്സ്. ഹലോ. പറഞ്ഞോളൂ. എനിക്ക് സംശയമുണ്ട്. പറഞ്ഞോളൂ. എന്റെ മോനക്ക് 3 വയസ്സാണ്. അംഗനവാടിക്ക് പറഞ്ഞിട്ടുണ്ട്. സംസാരത്തിലൊന്ന് ബാക്കാണ്. ബാക്കി എല്ലാ പ്രവൃത്തികളും കുഞ്ഞു ചെയ്യൂ. ഒരു 3 വയസ്സുള്ള കുട്ടി ചെയ്യുന്ന എല്ലാ ചലനശേഷി എല്ലാം
ഓന് കൗന്നിട്ടില്ല, പിന്നെ മുട്ടെത്തിയിട്ടുമില്ല. എന്താണ്? കൗല കമിഴ് 3 വയസ്സുള്ള കുട്ടി ഇതുവരെ കമിഴ്ന്ന് വീണിട്ടില്ല. കൗന്ന് വീണിട്ടില്ല, മുട്ടെത്തിയിട്ടുമില്ല. ഓനിങ്ങനെ ഇരുന്ന് നരങ്ങായിരുന്നു. പിന്നെ അവിടുന്ന് ഇങ്ങനെ പിടിച്ച് നീപ്പിച്ചെടുക്കുമ്പോ അങ്ങനെ നടക്കാൻ തുടങ്ങുക ചെയ്തത്. എന്താണമ്മ സംശയം? എന്താണ്? അപ്പൊ അവന് 3 വയസ്സായിക്കണു. 3 വയസ്സായ കുട്ടിന്റെ സംസാരം കണ്ടിട്ട് എന്താണ് ക്ലിയർ ആകുന്നില്ലല്ലോ. 3 വയസ്സായ കുട്ടിന്റെ സംസാരം ഇല്ല ഓന്റെ അടുത്ത്. 3 വയസ്സായിക്കണോ? 3 വയസ്സായ കുട്ടിന്റെ സംസാരത്തിന് ബുദ്ധിമുട്ടുണ്ട്. ഉണ്ട്. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കാണിച്ചിരുന്നോ? സ്പീച്ച് തെറാപ്പി കൊടുത്തിരുന്നു. കൊടുത്തിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുന്നില്ല? ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുന്നില്ല. ഒരു 2 വയസ്സിൽ കൊടുത്തിരുന്നു. പിന്നെ അംഗനവാടിക്ക് 2 വയസ്സിൽ കൊടുത്തിരുന്നു. അംഗനവാടിക്ക് ആക്കിയപ്പോ അങ്ങനെ നിർത്തിയതാണ്. അത് പോരാ. ആശയവിനിമയത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അതിന്റെ ഒരു വിദഗ്ധരെ സമീപിച്ച് അതിനുള്ള ചികിത്സാ രീതികൾ തുടങ്ങേണ്ടതാണ്. എത്രയും പെട്ടെന്ന്. നിങ്ങൾ സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കാണിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷേ 3 വയസ്സായിട്ടും കുട്ടി സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് സ്പീച്ച് തെറാപ്പിയുടെ ആവശ്യം വളരെ അത്യാവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കാണിക്കണം. പിന്നെ അതുപോലെ കുഞ്ഞ് കമിഴ്ന്ന് വീണിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? നടക്കുമോ? നടക്കും. നടക്കുന്ന മാത്രമല്ല, 3 വയസ്സുള്ള ഒരു കുട്ടി വെറുതെ നടന്നാൽ പോലെ അപ്പൊ ഓടുക, ചാടുക, സ്റ്റെപ്പ് കയറുക, അതെല്ലാം വേറെ 3 വയസ്സുള്ള ഒരു കുട്ടി ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും ഈ കുഞ്ഞ് ചെയ്യുന്നുണ്ടോ? അതൊക്കെ ചെയ്യുന്നുണ്ട്. സംസാരം മാത്രമേ ഉള്ളൂ ബാക്കൊക്കെ, ബാക്കിയൊക്കെ അവന് വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം എന്താണെങ്കിലും നിങ്ങൾ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെയും സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റിനെയും കണ്ടിട്ട് കുട്ടിക്ക് ചികിത്സ വേണമോ വേണ്ടയോ എന്ന് ഒന്ന് മനസ്സിലാക്കിയിട്ട് ചികിത്സ തുടരേണ്ടതാണ്. കുട്ടിക്ക് ഫിസിയോതെറാപ്പി വേണ്ടി വരും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഹലോ മാഡം. പറഞ്ഞോളൂ. എന്റെ പേര് എനിക്ക് 2 കുട്ടികളുണ്ട്. എന്താണ് കുട്ടിക്ക്? 2 ഇരട്ട കുട്ടികളുണ്ട്. പറഞ്ഞോളൂ. അതില് ഒരു കുഞ്ഞിന് ഇത്തിരി ബുദ്ധി വളർച്ച കാര്യങ്ങളൊക്കെ കുറവാണ്. 3.5 വയസ്സായി. പക്ഷെ അവള് ഇതുവരെ നല്ലതുപോലെ സംസാരിക്കുന്നതൊന്നും ഇല്ല. അവള് ഇട്ടാൽ തന്നെ അവള് പറയുന്നില്ല. കയ്യിലാക്കി കൊണ്ടുവന്ന് കാണിക്കുകയാ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഒരു കമ്പയർ ചെയ്യാനുള്ള ഒരാളുണ്ട്. മറ്റേ കുട്ടി ചെയ്യുന്ന കാര്യങ്ങൾക്ക് അനുസരിച്ച് ഈ കുഞ്ഞ് ചെയ്യുന്നില്ല. അതെ, ചെയ്യുന്നില്ല. സ്ഥലം എവിടെയാണ്? ഇത് പൂന്തുറയാണ്. പൂന്തുറ തിരുവനന്തപുരത്ത് തന്നെയാണല്ലോ. അതെ അതെ. അപ്പൊ നിങ്ങൾക്ക് നിഷിലോട്ട് വന്ന്, കാരണം ഒരു കുട്ടിയെ കണ്ട് അസസ് ചെയ്ത് ആ കുട്ടിയെ ഒരുപാട് പ്രവർത്തികൾ ചെയ്ത് നോക്കിച്ചിട്ടാണ് നമുക്ക് കുട്ടിക്ക് എന്താണ് പ്രോബ്ലം എന്നും എത്ര വയസ്സ് വരെയുള്ള ആക്ടിവിറ്റീസ് കുഞ്ഞ് ചെയ്യുന്നുണ്ട്, ഇനി എന്തെല്ലാം ആക്ടിവിറ്റീസ് കുഞ്ഞിന് ലാഗിങ് ഉണ്ടെന്നും നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിന് പ്രോപ്പർ ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കണം. അപ്പം കുഞ്ഞിനെ നിങ്ങൾ എന്തായാലും ഒരു നിഷിലോട്ട് കൊണ്ടുവരണം. കാരണം ഈ കുട്ടിക്കും ഫിസിയോതെറാപ്പിയും സ്പീച്ച് തെറാപ്പിയും സൈക്കോളജിയും എല്ലാം വേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിഷിലേക്ക് കൊണ്ടുവരിക. നിഷിലേക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടെങ്കിൽ CDC പോലെയുള്ള സ്ഥാപനങ്ങളും ഉണ്ട്. എന്താണെങ്കിലും കുട്ടിക്ക് ട്രീറ്റ്മെന്റ് വളരെ അത്യാവശ്യമാണ്. അതെ മാം. പിന്നെ അതുപോലെ തന്നെ മോള് പല കാര്യങ്ങളും ചെയ്യുന്നത് മറ്റേ കുഞ്ഞിനെ കണ്ട പല കാര്യങ്ങളും ചെയ്തത് താമസിച്ചാണ് ചെയ്തത്. താമസിച്ചാ ചെയ്തത്. അവള് നടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷം അടുപ്പിച്ചാവുന്നതേ ഉള്ളൂ. അപ്പൊ 1.5 വയസ്സിന് മുമ്പ് കുട്ടി നടന്നിട്ടില്ല. അവള് എണീറ്റിരുന്നിട്ട് അങ്ങനെ വലുതായിട്ട് എണീറ്റിരിക്കായോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ. അപ്പം കറക്റ്റ് ആയിട്ടുള്ള വളർച്ചാ ഘട്ടങ്ങളിലൂടെ കുഞ്ഞ് കടന്നു പോയിട്ടില്ല. അപ്പൊ തന്നെ നമ്മൾ മനസ്സിലാക്കിക്കോണം, വളർച്ചാഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുട്ടിക്ക് മൈൽ സ്റ്റോൺസ് ഡിലേ ഉണ്ട്. അപ്പം കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് തന്നെ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ കുഞ്ഞിനെ ചികിത്സ തുടങ്ങേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പോഴെങ്കിലും തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഇനി ഒട്ടും ലേറ്റ് ആക്കരുത്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി വിദഗ്ധരുടെ സഹായത്തോടു കൂടി ചികിത്സകൾ തുടങ്ങേണ്ടതാണ്. അതുപോലെ തന്നെ മാം എനിക്ക് ഒക്കെ ഉണ്ട്, അപസ്മാരകം, ഫിക്സ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ എന്താ മെഡിസിൻ കൊടുക്കുന്നുണ്ടോ അപസ്മാരത്തിന്? മെഡിസിൻസ് കൊടുത്തോണ്ടിരിക്കുകയാണ്. ആദ്യം മോക്ക് ഒരു എപ്പിറ്റാൽ സിറപ്പ് കൊടുത്തു. അതിൽ നിൽക്കാത്തത് കൊണ്ട് വേറെ സിറപ്പ് എഴുതി തന്നു. എന്നിട്ട് ഇപ്പം നിൽക്കുന്നുണ്ടോ?
അതും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാലും അവർക്ക് വരുന്നുമുണ്ട്. ഓക്കെ, അതിന് ഒരു പീഡിയാട്രിഷ്യനെ അല്ലെങ്കിൽ ഒരു പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റിനെയാണ് കാണിക്കേണ്ടത്. അപ്പം അത് നിങ്ങൾ SIT എങ്ങാനും പോയി കാണിക്കണം. പക്ഷെ ഞങ്ങള് ഇവിടെ എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിൽ ഞങ്ങള് ഒരു 6 മണിക്കൂറത്തേക്കുള്ള EG ഞങ്ങൾ എടുത്ത് നോക്കിയായിരുന്നു. പക്ഷെ അതിൽ അവര് പറയുന്നത് നോർമൽ എന്നാ പറയുന്നത്. പക്ഷെ കുഞ്ഞിന് എന്നാലും ഫിക്സും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ വേറൊരു എക്സ്പെർട്ട് ഒപ്പീനിയൻ കൂടി ഒന്ന് എടുക്കേണ്ടതാണ്. അത് ഫിക്സ് ആണോ, അതിന് ബിഹേവിയറൽ പ്രോബ്ലം എന്തെങ്കിലും ആണോ എന്നും ഒന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പൊ എന്തായാലും കുഞ്ഞ് സംസാരിക്കാൻ എന്തായാലും നമുക്ക് കൊണ്ടുപോയേ പറ്റുള്ളൂ. അത് വളരെ അത്യാവശ്യമായിട്ടും കൊണ്ടുപോയേ പറ്റുകയുള്ളൂ. അതിൽ ഉപേക്ഷ വിചാരിക്കരുത്. എത്രയും പെട്ടെന്ന് കുഞ്ഞിന് ഒരു വിദഗ്ധരുടെ സഹായം കിട്ടിയേ പറ്റുകയുള്ളൂ. പിന്നെ അപസ്മാരത്തിന്റെ കാര്യം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഓരോ അപസ്മാരം വരുമ്പോൾ നമ്മുടെ തലച്ചോറിനകത്തുള്ള കോശങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അപസ്മാരം പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു വേറൊരു പീഡിയാട്രിഷ്യനെയോ അല്ലെങ്കിൽ SIT-യിലോ മെഡിക്കൽ കോളേജിൽ എങ്ങാനും ഒന്നുകൂടി കൊണ്ട് കാണിക്കണം. മോള് പിന്നെ ഉമ്മ, വാപ്പ, വാവ, കാക്ക അങ്ങനെയുള്ള കുറച്ച് വാക്കുകൾ പറയും. മാമ. അത് പോരല്ലോ അമ്മ. ഒരു 3 വയസ്സുള്ള കുഞ്ഞ് 1-2 വാക്കുകൾ പറഞ്ഞാൽ പോരാ. ഒരു സെന്റൻസ് വാക്യത്തിൽ സംസാരിക്കേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റിനെ കാണിക്കണം. ഹലോ മാഡം. ഞാൻ എൻ്റെ പേര് അനു എന്നാണ്. എൻ്റെ മകന് 12 വയസ്സുണ്ട്. അപ്പൊ ഈ മാഡം ഈ പറഞ്ഞ അവന് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ആണ്. അവന് സർട്ടിഫിക്കറ്റിൽ അങ്ങനെയാണ് പറയുന്നത്. ഇപ്പൊ മാഡം പറഞ്ഞ വിഷമതകളൊക്കെ അവനുണ്ടായിരുന്നു കുഞ്ഞുനാളില്. ഈ പെട്ടെന്ന് എണിക്കാനും എല്ലാ കാര്യങ്ങളും കമഴ്ന്ന് വീഴാനും ഒക്കെ അവന് പ്രയാസമുള്ള കാര്യമാണ്. അപ്പൊ ഞങ്ങൾ അത് കണ്ട് ഒരു അംഗൻവാടി ടീച്ചർ കണ്ടുപിടിച്ചു. അത് അന്ന് മുതൽ നമ്മുടെ ട്രീറ്റ്മെന്റിലാണ്. പിന്നെ അവന് കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ, കണ്ണിനൊക്കെ പ്രശ്നങ്ങളൊക്കെ ആയി. കാഴ്ചയ്ക്ക് കുറവില്ല, പ്രശ്നമില്ല, പക്ഷെ തിമിരമാണ് അവന്. അപ്പൊ അങ്ങനെ ട്രീറ്റ്മെന്റിലാണ്. ആ ഒരു സമയത്ത് തന്നെ ഇവൻ ഹൈപ്പർ ആയിരുന്നു, ഭയങ്കര ഹൈപ്പർ ആയിരുന്നു. ഇവന് പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെയൊക്കെ വന്നു. അപ്പൊ നമ്മളെ CDC-യിലേക്ക് റെഫർ ചെയ്തു, തിരുവനന്തപുരത്ത്. അവിടെ ട്രീറ്റ്മെന്റിലേക്കായിരുന്നു. ഇപ്പൊ ക്ലിനിക്കൽ സൈക്കോളജിയിലാണ് അവനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്കൊരു 2 മാസമായിട്ട് മാഡം ലീവിലാണ്, അതുകൊണ്ട് എങ്ങും പോകുന്നില്ല. ഇപ്പൊ മോന് 6ാം ക്ലാസ്സിലാണ് അവനെ നോർമൽ സ്കൂളിൽ ചേർത്തേക്കുന്നത്. പക്ഷെ അവൻ ഇപ്പോഴും അവൻ അക്ഷരങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് അവൻ എഴുതും. ഞാൻ എപ്പോഴും പിന്നെ കോപ്പി എഴുതിക്കാറുണ്ട് അവനെ. അതുകൊണ്ട് അവൻ അക്ഷരങ്ങൾ പിടിച്ചെഴുതിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. പക്ഷെ അവന് ഈ പറയുന്ന കാര്യങ്ങളൊന്നും അവന് ഓർമ്മയിൽ നിൽക്കുന്നില്ല. അവന്റെ ബുദ്ധിപരമായ ഒരു വികാസം ഉണ്ടാവാൻ ഞാൻ എന്ത് ട്രെയിനിങ് ആണ് അവന് കൊടുക്കേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല ഇപ്പോഴും. ആ കുട്ടിക്ക് ഇപ്പൊ ഇരിക്കാനും നടക്കാനും 12 വയസ്സുള്ള വേറൊരു കുഞ്ഞ് ചെയ്യുന്ന പോലെ പ്രവർത്തികൾ 12 വയസ്സെന്ന് പറയുമ്പോൾ ഏകദേശം നമ്മൾ നടക്കുന്ന പോലെ ഓടുകയും ചാടുകയും എല്ലാം പ്രയാസമായിരുന്നു. അവന് ബാത്റൂമിൽ പോകാൻ അറിയത്തില്ല. ഇപ്പൊ എനിക്കൊന്ന് കേൾക്കാൻ വേറെന്തോ പ്രശ്നം. അനു S. നായരാണോ സംസാരിക്കുന്നത്? അതെ, അനു S. നായരാണ് സംസാരിക്കുന്നത്. അവന് ബാത്റൂമിൽ എല്ലാം പ്രശ്നമായിരുന്നു. നമ്മള് തെറാപ്പിയിലൂടെ ഞാൻ ഇവിടെ ഒരു ബഡ് സ്കൂളിൽ കൊണ്ടുപോകുന്നുണ്ട്. അവനെ ആഴ്ചയിൽ ഒരു ദിവസം ബഡ് സ്കൂളിലെ ട്രെയിനിങ്ങും കൂടെ ആയതുകൊണ്ട് അവന് എല്ലാ കാര്യത്തിലും ഇപ്പൊ നോർമൽ കുട്ടിയായിട്ട് തന്നെ അവൻ വരികയാണ്. പക്ഷെ അവന്റെ പ്രശ്നങ്ങൾ മാത്രമേ അമ്മയ്ക്ക് തോന്നുന്നുള്ളൂ. ഇപ്പൊ ഉള്ള പ്രശ്നം എന്ന് പറയുമ്പോ അവന് ഓർമ്മശക്തി. അപ്പൊ നമ്മള് CDC-യിൽ ചെന്നപ്പോ ലക്ഷ്മി മാഡം പറഞ്ഞു അവന് ബുദ്ധിപരമായിട്ട്, അതായത് അവന്റെ മാനസിക വളർച്ച ഒരു 8 വയസ്സിന്റെ ഒരു മാനസിക വളർച്ച അവന് ഇതുവരെ ആയിട്ടുള്ളൂ. പിന്നെ അതുകൊണ്ട് താഴ്ന്ന ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ അവനെ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ആ താഴ്ന്ന ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുമ്പോഴും പഠനപരമായി നോക്കുമ്പോഴത്തേക്ക് അവൻ കുറേയേറെ പുറകിലോട്ടാണ്. അവനൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവൻ എപ്പോഴും സംശയങ്ങൾ മാത്രമേ ഉള്ളൂ. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെയോ റീഹാബിലിറ്റേഷൻ സൈക്കോളജിന്റെയോ സേവനമാണ് ഇവിടെ വേണ്ടത്. അപ്പൊ നിഷിൽ അതിനുള്ള സാഹചര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ട്. ഇവിടെ എക്സ്പേർട്സ് ഉണ്ട്. നിങ്ങൾ നിഷിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ കുട്ടിയെ ഒന്ന് അസസ് ചെയ്ത് കുട്ടിക്ക് വേണ്ട ട്രെയിനിങ് നമുക്ക്. എവിടെയാണെന്നൊന്ന് പറയാമോ? നിഷ് ആക്കുളം നിഷാണ്. നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ വിളിച്ചാൽ മതി. പിന്നെ അതുപോലെ കുഞ്ഞിന് ചിലപ്പോൾ നോർമൽ സ്കൂളിൽ പഠിക്കാൻ ചിലപ്പോൾ കുഞ്ഞിന് പറ്റുന്നില്ലായിരിക്കും. ഒരു സ്പെഷ്യൽ നോർമൽ സ്കൂളിൽ അവന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മറ്റു കുട്ടികൾ അവനെ കളിയാക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇവന് മാനസികമായിട്ട് വല്ലാത്തൊരു വിഷമാണ്. എന്നും പറയുന്നത് എന്നെ സ്കൂള് മാറ്റി തരും അമ്മ എന്നൊക്കെ ചോദിച്ചോണ്ടാ എന്നും അവന് വിഷമം പറയുന്നത്. അപ്പം ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിന്റെ സഹായത്തോടുകൂടി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കുട്ടിക്ക് വേണം.
അപ്പം നമ്മൾ ഇവിടെ അസസ് ചെയ്തതിന് ശേഷം ഇവിടുത്തെ എക്സ്പേർട്സ് പറയും കുട്ടിക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വേണമോ വേണ്ടയോ എന്നുള്ളത് ശരിക്കും ഒരു അസസ്മെന്റിന് ശേഷമേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് നിഷിന്റെ സ്ഥലം മനസ്സിലാക്കി നിങ്ങൾക്ക് നിഷിലേക്ക് വരാവുന്നതാണ്. എന്നുണ്ടോ മാഡം? ഇന്നുണ്ടോ? വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തതിന് ശേഷം മാത്രമേ വരാൻ പാടുള്ളൂ. ഇവിടെ ഒരു ഷെഡ്യൂൾ ഉണ്ട് എല്ലാവർക്കും. അതുകൊണ്ട് അപ്പോയിന്റ്മെന്റിന് രജിസ്റ്റർ ചെയ്ത് ഇവിടുന്ന് അപ്പോയിന്റ്മെന്റ് തന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ നിഷിലേക്ക് വന്നാൽ മതി. ഓക്കെ മാഡം, താങ്ക് യു. ശരി. ഒരു തൻസീല തനു എന്ന് പറഞ്ഞൊരു അമ്മ ചോദിച്ചിട്ടുണ്ട്. എന്റെ കുട്ടിക്ക് 15 വയസ്സുണ്ട്, ഓട്ടിസം ഐഡന്റിഫൈ ചെയ്തതാണ്, ഇപ്പോഴും ഡ്രൂളിംഗ് ആണ് പ്രധാന പ്രശ്നം, ഫിസിയോതെറാപ്പിയിലൂടെ ഇത് മാറ്റാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും മാറ്റാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഡ്രൂളിങ്ങിന് ഒരു സ്പെഷ്യൽ ടെക്നിക് ഉണ്ട്, ഓറൽ പ്ലേസ്മെന്റ് തെറാപ്പി എന്ന് പറഞ്ഞിട്ട്. ആ തെറാപ്പിയിൽ സർട്ടിഫൈഡ് പേഴ്സണൽസിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. മിഷിൽ അതിന്റെ എക്സ്പേർട്സ് ഉള്ളതാണ്. ഇവിടെ ഈ പ്രോബ്ലവും മിഷിൽ വന്ന് നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡ്രൂളിംഗ് ഒരു പരിധി വരെ മാക്സിമം നമുക്ക് ഡ്രൂളിംഗ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ട്രെയിനിങ് മാം, പിന്നെ ഞാൻ കുറച്ചു മുന്നേ സംസാരിച്ചതായിരുന്നു. കുറച്ചു മുന്നേ ഒരാൾ പറഞ്ഞില്ലായിരുന്നു ആ കുഞ്ഞിന് ഇതേപോലെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായില്ലേ? എന്താണമ്മ? കുറച്ചു മുന്നേ ഒരാള് പറഞ്ഞില്ലായിരുന്നു ആ കുഞ്ഞ് ഇതേപോലെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? എന്റെ മോള് സെയിം ആണ്. അവർക്ക് ഡോക്ടറിനെയൊക്കെ കാണിക്കുമ്പോ അവര് പറയുന്നത് 3.5 വയസ്സുണ്ടെങ്കിലും അവർക്ക് ഒരു 6 മാസത്തിന്റെ 7 മാസത്തിന്റെ ഒരു ബുദ്ധിയുടെ ഇതേ ഉള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ളത്. ശരിയാണമ്മ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ആ കുഞ്ഞിനെ ഈ ഓൺലൈൻ ഇപ്പൊ കേൾക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഇഫക്റ്റീവ് ആയിട്ട് നമ്മൾ അത് അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. കുഞ്ഞിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്നുകിൽ നിഷിലോ ISIT-യിലോ എവിടെയാന്ന് വെച്ചാൽ ഒന്ന് പോയി എക്സ്പേർട്സിനെ ഡയറക്റ്റ് കണ്ട് നിങ്ങൾ കുഞ്ഞിന്റെ പ്രശ്നം കണ്ടുപിടിച്ച് പരിഹരിക്കേണ്ടതാണ്. പിന്നെ വേറൊരു അമ്മ ചോദിച്ചിട്ടുണ്ട്, ഹൈപ്പർ ആക്ടിവിറ്റി ഒരു ചൈൽഡ് പ്രോബ്ലം ആണോ എന്നുള്ളത്. ഒരു പ്രോബ്ലം ആണത്. അതും കൂടുതൽ സൈക്കോളജിസ്റ്റ്, സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ്, ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ് എന്നിവരാണ് കൂടുതലായിട്ട് അത് ചെയ്യുന്നത്. അതിനുള്ള തെറാപ്പി ആണെങ്കിൽ നിഷിലുണ്ട്. നിങ്ങൾ നിഷിൽ വന്നാൽ മതി. നിഷിലുള്ള തെറാപ്പി ഉണ്ട്. അതൊരു പ്രോബ്ലം തന്നെയാണ്. ഹൈപ്പർ ആക്ടിവിറ്റി ഒരു വിദഗ്ധർ അത് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. പിന്നെ അനിത എന്നിട്ടുള്ള അമ്മ ചോദിച്ചിട്ടുണ്ട്, എന്റെ മോൾക്ക് 2 വയസ്സ് കഴിഞ്ഞു, നന്നായിട്ട് സംസാരിക്കുന്നില്ല എന്ന്. അപ്പം ഈ കുഞ്ഞിനും നന്നായിട്ട് സംസാരിക്കുന്ന 2 വയസ്സായ ഒരു കുഞ്ഞ് വളരെ നന്നായിട്ട് സംസാരിക്കേണ്ടതാണ്. ഈ കുഞ്ഞിന് സ്പീച്ചിന്റെ പ്രോബ്ലം ഉണ്ട്. എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വിദഗ്ധരെ സമീപിക്കേണ്ടതാണ്. ചില ഉഷ കണ്ടസ്വാമി മാഡം പറഞ്ഞിട്ടുണ്ട്, ചില പാരന്റ്സ് ചിലപ്പം എപ്പിലെപ്സി, സൈലന്റ് ഫിറ്റ്സ്, സൈലന്റ് സീഷേഴ്സ് വരാൻ ചാൻസ് ഉണ്ട് കുട്ടികൾക്ക്. ചിലപ്പോൾ ഒരു സൈഡിലോട്ട് നോക്കിയിരിക്കുന്നതായിരിക്കും, ചിലപ്പോൾ പെട്ടെന്ന് സൈലന്റ് ആയി പോകുന്നതായിരിക്കും, ചില എന്തെങ്കിലും ഒരു പൊസിഷനിലോട്ട് പ്രത്യേകിച്ച് പോകുന്നതായിരിക്കും. അതൊക്കെ ചിലപ്പോൾ മിസ് ചെയ്ത് പോകാം. അത് അങ്ങനെയുള്ള സമയത്ത് എന്തെങ്കിലും ഇതുള്ള പ്രത്യേകിച്ചുള്ള ബിഹേവിയർ കാണുകയാണെങ്കിൽ നിങ്ങൾ അത് ചിലപ്പം അത് ഫിറ്റ്സ് ആകാം, അത് സീഷർ ആകാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ഒരു പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റിനെ കാണിക്കണം. എസ്പെഷ്യലി ഞാൻ പറഞ്ഞതുപോലെ ശ്രീ ചിത്രയിൽ എപ്പിലെപ്സി ക്ലിനിക്കിന്റെ ഉണ്ട്. അത് വളരെ നല്ലതാണ് എന്നാണ് മാഡം പറയുന്നത്. ഹലോ മാഡം, ഇത് പാലക്കാട്ട് നിന്നാണ്. പറഞ്ഞോളൂ. പിന്നെ എന്റെ മോൾക്ക് 5 വയസ്സുണ്ട്. അവൾക്ക് റെഡ് സിൻഡ്രോം ആണ്, ജനറ്റിക് ആണ്. അവളിപ്പോ സംസാരിക്കില്ല, നടക്കണം വൈകി. നടക്കുവോ? നടക്കുന്നുണ്ടോ അമ്മ? ഹലോ, കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. ഹലോ മാം, ഇവൾക്ക് 5 വയസ്സായി. റെഡ് സിൻഡ്രോം ആണ്, ജനറ്റിക് ഡിസീസ് ആണ്. അവള് സംസാരിക്കില്ല, കാര്യങ്ങളൊന്നും മനസ്സിലാവൂല. തെറാപ്പി കൊടുക്കുന്നുണ്ട്, സ്പീച്ചും ബിഹേവിയർ ഒക്കെ കൊടുക്കുന്നുണ്ട്. നടക്കുന്നതും വൈകിട്ടാണ്. 2.5 വയസ്സിലൊക്കെയാണ് നടന്നത്. ഫിസിയോ ചെയ്തിട്ട് തന്നെയാണ് അത് നടന്നത്. സൈലന്റ് ഫിക്സ് ഉണ്ട്, അതിന് മരുന്നും കൊടുക്കുന്നുണ്ട്. പക്ഷെ കാര്യങ്ങൾ ഇപ്പൊ മനസ്സിലായി കിട്ടാന് നമ്മൾ എന്തൊക്കെയാ ചെയ്യേണ്ടത്? അതിന് തെറാപ്പീസ് തന്നെയാണ് വേണ്ടത്. ഇപ്പം ചലനശേഷിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഫിസിയോതെറാപ്പി ചെയ്യണം. കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ സൈക്കോളജിസ്റ്റിന്റെയും കോൺസെപ്റ്റ്സ് അതുപോലെ ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കാൻ വേണ്ടി സൈക്കോളജിസ്റ്റിന്റെ ആണ് സഹായം വേണ്ടത്. കുഞ്ഞിന് സൈക്കോളജി ചെയ്യുന്നുണ്ടോ?
സൈക്കോളജി കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ശരിയായ ദിശയിൽ തന്നെയാണ് പോകുന്നത്. അപ്പൊ വിദഗ്ധരുടെ സഹായത്തോടു കൂടി തന്നെ കുഞ്ഞിന് കോൺസെപ്റ്റ് പല കാര്യങ്ങളും കൊടുക്കും. മാഡം പറഞ്ഞോളൂ. താങ്ക് യു. ഹലോ മാഡം. പറഞ്ഞോളൂ. ഹലോ മാഡം. പറഞ്ഞോളൂ. മാഡം എന്റെ മ്യൂട്ട് ചെയ്യാമോ? ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യാമോ? ആള് മാത്രം അൺമ്യൂട്ട് ചെയ്താൽ മതിയേ. ഹലോ പറഞ്ഞോളൂ. അംഗൻവാടിയിൽ വരുന്ന അംഗൻവാടി ടീച്ചറാണ്. എന്റെ മ്യൂട്ട് ചെയ്യാമോ? ആ കുട്ടി ഇതുവരെ നല്ലോണം സംസാരിക്കാൻ തുടങ്ങുന്നില്ല. അവർ അമ്മയോട് എന്റെ അംഗൻവാടിയിൽ വരുന്ന കുട്ടി സ്കൂൾ കുട്ടിക്ക് സംസാരിക്കാൻ പാടാണ്. 3.5 വയസ്സ് കഴിഞ്ഞു. 3.75 മാഡം. ഒരു വാക്കൊന്നും പറഞ്ഞിട്ടില്ല. മ്യൂട്ട് ചെയ്യാമോ? 3.5 വയസ്സുള്ള കുട്ടി സംസാരിക്കുന്നില്ല. അപ്പൊ ആ കുട്ടിക്ക് നിർബന്ധമായിട്ടും സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ സഹായത്തോടു കൂടി സ്പീച്ച് തെറാപ്പി അത്യാവശ്യമാണ്. ഓക്കെ, അടുത്തത് ജുബൈറത്ത് ബീബി എന്ന് പറഞ്ഞിട്ടൊരു ടീച്ചറാണ്. ഞാനൊരു അംഗൻവാടി ടീച്ചറാണ്. എന്റെ സെന്ററിൽ വരുന്ന ഒരു കുട്ടിക്ക് സംസാരത്തിന് വിക്കു പോലെയുണ്ട്. നിഷിലേക്ക് പറഞ്ഞു വിട്ടാൽ മതിയാകുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നിഷില് സ്റ്റട്ടറിംഗ് യൂണിറ്റ് ഉണ്ട്. അത് പ്രത്യേകിച്ച് അതിനുള്ള വിദഗ്ധർ നിഷിലുണ്ട്. നിങ്ങൾ നിഷിലേക്ക് വന്നാൽ മതി. ഡയറക്റ്റ് വരരുത്. അപ്പോയിന്റ്മെന്റ് കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റിനുള്ള നമ്പർ തരും. ആ നമ്പറിൽ വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തതിന് ശേഷമേ നിങ്ങൾ നിഷിലേക്ക് വരാൻ പാടുള്ളൂ. കൃഷ്ണ PR എന്ന് പറഞ്ഞിട്ടൊരമ്മ ഒരു ഹൈപ്പർ ആക്റ്റീവ് ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയുമെന്ന്. ഹൈപ്പർ ആക്ടിവിറ്റി ഐഡന്റിഫൈ ചെയ്യുന്ന സൈക്കോളജിസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുന്നതാണ്. അപ്പം ഒട്ടും കൺട്രോൾ ഇല്ലാതെ ഒരു ആക്ടിവിറ്റിയിലും അടങ്ങിയിരിക്കാതെ ഒരു കുട്ടി ഇതുപോലെ ഓടുക, ചാടുക, അറ്റൻഷൻ ഇല്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെ കാണിച്ചിട്ട് അത് ഹൈപ്പർ ആക്ടിവിറ്റി ആണോ എന്ന് നമ്മൾ ആദ്യം രോഗം നിർണ്ണയിക്കണം. നിർണ്ണയിച്ചതിന് ശേഷം അതിനുള്ള പരിഹാരത്തിനുള്ള തെറപ്പികൾ ഒരുപാടുണ്ട്. അപ്പൊ അവരുടെ ഒരു ശിക്ഷണത്തിൽ തന്നെ ആ പരിശീലന രീതികൾ തുടരുകയാണെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റിക്ക് ഒരുപാട് ബെറ്റർ ആകും. ഹലോ മാഡം. പറഞ്ഞോളൂ. എന്റെ മകന് 4 വയസ്സായി. ബാലവാടി പോകുമ്പോ അവര് പറഞ്ഞ ശ്രദ്ധയില്ലാന്ന് പറഞ്ഞായിരുന്നു. എത്ര വയസ്സായി? ഇതുവരെ വേറൊരു പ്രോബ്ലം, കമലേണ്ട സമയത്ത് കമന്നു, നീന്തേണ്ട സമയത്ത് നീന്തി, എല്ലാം കറക്റ്റ് ആയിരുന്നു. പക്ഷെ അവൻ ജനിച്ച സമയത്ത് അവൻ കരഞ്ഞിട്ടില്ല. ജനിച്ച ടൈമിൽ, അതായത് കൊച്ചിനെ പുറത്തെടുക്കുന്ന സമയത്ത് കരയൂല്ലോ, കരഞ്ഞിട്ടില്ല. ആ ഒരൊറ്റ പ്രോബ്ലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവന് ഒരു വയസ്സ് കഴിഞ്ഞു. അമ്മയ്ക്ക് തോന്നിയിട്ടില്ല വേറെ ഒന്നും പ്രശ്നമില്ല എന്നാണ്. എത്ര വയസ്സുണ്ട് കുഞ്ഞിന്? 4 വയസ്സ്. 4 വയസ്സുണ്ട്. പിന്നീട് അവന് 1 വയസ്സായപ്പോ തൊട്ട് 1.5 വയസ്സിൽ ഇരിക്കുന്നു. പുള്ളി ഒരു കാര്യത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 1.5 വയസ്സിലാണോ ഇരിക്കുന്നത് കുഞ്ഞ്? അല്ല, നടന്നു കഴിഞ്ഞിട്ട് പുള്ളി എന്തെങ്കിലും കൈ കെട്ടിക്കഴിഞ്ഞാൽ അത് തന്നെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കും. നമ്മള് വിളിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നതോ ഒന്നും പുള്ളി ശ്രദ്ധിക്കില്ലായിരുന്നു. ഒരു കാര്യം ചോദിക്കാനുള്ള, കുഞ്ഞിന് ഓവറായിട്ട് മൊബൈൽ അങ്ങനെ ഡിജിറ്റൽ ഇത് കൊടുക്കുമായിരുന്നു? മൊബൈല് ഒരു 1.5 വയസ്സിൽ കൊടുത്തായിരുന്നു. കാരണം ഫുഡ് കഴിക്കില്ലായിരുന്നു അവൻ. കഴിക്കാൻ വേണ്ടി കൊടുക്കുന്നു. അത് കഴിയുമ്പോ തന്നെ മാറ്റുകയും ചെയ്യും ഞങ്ങള് മൊബൈല്. കണ്ടിന്യൂസ് ആയിട്ട് വെച്ച് കൊടുക്കുന്നില്ല. പക്ഷെ പുള്ളി അതിലുള്ളത് പോലും പുള്ളി ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ അതെന്താ ഇതെന്താന്ന് ചോദിച്ചാൽ പുള്ളി മറുപടി പറയില്ല. ശരി, അപ്പം എനിക്കും ഇപ്പൊ ഒരു ചെറിയൊരു ഡിലേ പോലെ തന്നെ തോന്നുന്നുണ്ട്. അപ്പം കുഞ്ഞിനെയും ഇനിയോട്ടും വെച്ചോണ്ടിരിക്കണ്ട, നിങ്ങൾ ഒരു വിദഗ്ധരുടെ സഹായം നോക്കേണ്ടതാണ്. സ്പീച്ച് തെറാപ്പി ഞങ്ങൾ വിട്ടപ്പോ അവര് പറഞ്ഞ ബിഹേവിയറിൽ കുറച്ച് ചേഞ്ച് ഉണ്ട്. 2.5 വയസ്സിന്റെ ബിഹേവിയർ അവൻ ചെയ്യുന്നുള്ളൂ എന്നാണ് അവര് പറഞ്ഞത്. ഒരു 3 വയസ്സാവുന്ന കൊച്ചിന്റെ ഒരു വർത്താനം മാത്രമേ അവനോട്. ഇപ്പൊ അവൻ പാട്ടൊക്കെ പാടും. സ്പീച്ച് തെറാപ്പിക്ക് വിട്ടതിന് ശേഷമാണത്. പാട്ടൊക്കെ പാടും. 4 വരിയുള്ള ലൈൻസ് പാട്ടൊക്കെ പാടി അവൻ കേൾപ്പിച്ചൊക്കെ തരും. പക്ഷെ വർത്താനം ഇപ്പോഴും ഡിലേ ആണ്. നമ്മൾ ചോദിക്കുന്നതിനൊന്നും അവൻ മറുപടി പറയില്ല. അപ്പം എനിക്ക് തോന്നുന്നത് കുട്ടിക്ക് സൈക്കോളജിസ്റ്റിന്റെയും സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റിന്റെയും സഹായം ആവശ്യമുണ്ട്.
നിങ്ങളുടെ അടുത്തുള്ള സെന്ററിൽ നിങ്ങൾ പോയി അതിനുള്ള തെറാപ്പീസ് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ സബ്ന ഫിറോസ് എന്ന് പറഞ്ഞൊരു അമ്മ ചോദിക്കുന്നു, 2 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ എന്തൊക്കെ സംസാരിക്കും എന്നുള്ളത്. 2 വയസ്സുള്ള ഒരു കുഞ്ഞ് ഒരു 2 വേർഡുള്ള ഒരു 2 വാക്യങ്ങളുള്ളത് ഇത് പറഞ്ഞു തുടങ്ങണം. പിന്നെ 2 വേർഡ് ഫ്രേസ് ആണ് പറയേണ്ടത്. അപ്പം കൂടുതൽ ആ കുഞ്ഞിന് ഒരു ഇവാലുവേഷൻ ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റിനെ കണ്ടിട്ട് ഒരു ഇവാലുവേഷൻ കഴിഞ്ഞ് കറക്റ്റ് ആയിട്ട് അവർ പറയും ഈ കുട്ടിക്ക് ഇത്ര വയസ്സിനുള്ള ഒരു സ്പീച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് അതിനുള്ള ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ലക്ഷണങ്ങൾ ഒന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികൾ ഒട്ടും അടങ്ങിയിരിക്കില്ല. അവർക്ക് അടങ്ങിയിരുന്നിട്ട് ഒരു പ്രവൃത്തി അവർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു കാര്യത്തിലോർക്കും അവർക്ക് അറ്റൻഷൻ ഇല്ല. എപ്പോഴും ഇങ്ങനെ ഇത് ഓടിക്കൊണ്ടിരിക്കുകയോ എന്തെങ്കിലും സാധനങ്ങളെ നശിപ്പിക്കുക അങ്ങനെയുള്ള അടങ്ങിയിരുന്നിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്യാൻ അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അവരുടെ ഫംഗ്ഷനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഹൈപ്പർ ആക്ടിവിറ്റി ചിലപ്പോൾ കാണും. അത് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഒരു റീഹാബിലിറ്റേഷന്റെ സഹായത്തോടു കൂടിയാണ് അത് കറക്റ്റായിട്ട് രോഗനിർണയം നടത്തേണ്ടത്. നിങ്ങളത് സൈക്കോളജിസ്റ്റിനെയാണ് നിങ്ങൾ സമീപിക്കേണ്ടത്. പിന്നെ എൻ്റെ മോൾക്ക് 10 വയസ്സായി. മൈക്രോസെഫാലി എന്ന അസുഖമാണ്. ഫിസിക്കലി എല്ലാം നോർമലി കുട്ടികളെ പോലെയാണ്. ചില വാക്കുകൾ സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. പഠന കാര്യത്തിലും ബുദ്ധിമുട്ടാണ്. അപ്പൊ 10 വയസ്സായ കുട്ടിക്ക് മൈക്രോസെഫാലി ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് എങ്ങനെയാണെങ്കിലും ഫിസിയോതെറാപ്പിയുടെ സഹായം ആവശ്യം വരും. കാരണം 10 വയസ്സ് ഉള്ള ഒരു കുട്ടികൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും ചിലപ്പോ ആ കുട്ടിക്ക് ചെയ്യാൻ പറ്റില്ലായിരിക്കും. അതുകൊണ്ട് തന്നെ ചിലപ്പം ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് നോക്കിയെങ്കിലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എല്ലാ ഫങ്ഷൻസും ആഡിക്വേറ്റ് ആണോ എന്ന് നോക്കിയതിന് ശേഷമേ പറയാൻ പറ്റുള്ളൂ. വാക്കുകൾ സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കാണിക്കണം. പഠന കാര്യത്തിൽ ബുദ്ധിമുട്ടാണെങ്കിലും സൈക്കോളജിസ്റ്റിനെ കാണിക്കണം. ഹലോ മാഡം. ഹലോ. മിഷന് പാലക്കാട് സെന്റർ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മിഷന് പാലക്കാട് സെന്റർ ഇല്ല. ഹലോ മാഡം. പറഞ്ഞോളൂ. എന്റെ മോന് 2 വയസ്സിലാണ് കൈവിട്ട് നടന്നത്. ഇപ്പൊ അംഗനവാടി പഠിക്കുന്നുണ്ട്. 3 വയസ്സായി. അവന് വീഴാണ് നടക്കുമ്പോ. കുഞ്ഞ് ഇതുപോലെ ഫ്രീക്വന്റ് ആയിട്ട് വീഴുന്നുണ്ടെങ്കിൽ അതിനർത്ഥം കുഞ്ഞിന് ബോഡിക്ക് സ്റ്റെബിലിറ്റി ഇല്ല എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൊത്തമായുള്ള ചലനങ്ങൾ എന്ന് ഞാൻ പറഞ്ഞില്ലേ, മൊത്തമായുള്ള ചലനങ്ങൾ ചെയ്യാനായിട്ട് കുറച്ച് എക്സസൈസസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഒന്നും കൂടെ സ്ക്രീനിൽ അത് ഇടാം. പിന്നെ തള്ളവിരല് വരുന്നില്ല. എന്താണ്? തള്ളവിരല് മടക്കിയിട്ടാണ് മോന്. 2 തള്ളവിരലും മടക്കിയിട്ടാണ്. അവൻ നിവർത്തുന്നില്ല. അത് വേറെ എന്തെങ്കിലും ഒരു സിൻഡ്രോം ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ കുഞ്ഞിന്? ഇല്ല, വല്ലാതായിട്ട് വീഴ്ച നടക്കുമ്പോ വീഴ മെയിനായിട്ട്. നടക്കുമ്പോ വീഴ്ച ഉണ്ടെങ്കിൽ നീ മുട്ടിലൊക്കെ ഇഴഞ്ഞിട്ടുണ്ടോ കുഞ്ഞു യഥാർത്ഥ സമയത്ത്? ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. അവൻ 2 വയസ്സായിട്ടാണ് നീച്ച് നടന്നിട്ടുണ്ടായിരുന്നില്ല. 2 വയസ്സിലാണ് കൈവിട്ട് നടന്നത്. അതുവരെ കോണി സ്റ്റെപ്പ് കയറുമായിരുന്നു. നോക്കിയിട്ട് എനിക്ക് തോന്നുന്നു മുട്ടിലെഴയുക എന്നുള്ള പ്രവൃത്തിയൊന്നും കുഞ്ഞ് ചെയ്ത് കാണില്ല. ക്രോളിംഗ് ഒക്കെ ചെയ്യുമ്പോഴാണ് ബോഡിക്ക് കുറച്ചുകൂടെ സ്റ്റെബിലിറ്റിയും കൺട്രോളും ഒക്കെ വരുന്നത്. അപ്പൊ ഈ മുട്ടിലെഴയുക, ഓടുക, ചാടുക, തൂങ്ങിക്കയറുക എന്നൊക്കെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ കുഞ്ഞിനൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. അത് മാത്രം പോരാ, നിങ്ങളൊരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ടിട്ട് കുഞ്ഞിന്റെ ബോഡിക്ക് സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സർസൈസസ് ഡിപ്പാർട്ട്മെന്റിൽ പോയി നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഹലോ മാഡം. എന്റെ കുട്ടിക്ക് 3 വയസ്സും 1 മാസവുമായി. ബാക്കി വളർച്ചാ ഘട്ടങ്ങളെല്ലാം സാധാരണ കുട്ടികളുടെ പോലെ തന്നെ ആയി. പക്ഷെ 3 വയസ്സായിട്ടും ലാംഗ്വേജ് ഡെവലപ്മെന്റ് ശകലവും ഇല്ല. അമ്മ, അച്ഛ, അപ്പൂപ്പ അങ്ങനെയുള്ള വാക്കുകൾ നല്ല ഒരു ദിവസം 5-6 പ്രാവശ്യമേ പറയത്തുള്ളൂ. റിപ്പീറ്റഡ് പറയുന്നില്ല. 4 മാസമായപ്പോ ഫിറ്റ്സ് വന്നായിരുന്നു. ഒരു 15 മിനിറ്റോളം നീണ്ടു നിന്ന ഫിറ്റ്സ് വന്നിരുന്നു. അതിന് മരുന്ന് കൊടുത്ത് 1.5 വയസ്സ് വരെ മരുന്ന് കൊടുത്തായിരുന്നു. ഇപ്പം മരുന്നൊന്നുമില്ല, പിന്നെ വന്നിട്ടുമില്ല. 1 വയസ്സിനകം 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പം അത്ര നേരം നീണ്ടു നിന്നൊരു ഫിറ്റ്സ് ആണ് വന്നിരുന്നതെങ്കിൽ കുഞ്ഞിന്റെ തലച്ചോറിനെ എഫക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ 3 വയസ്സായ കുഞ്ഞ് ഈ 2 വാക്കുകളൊക്കെ സംസാരിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് സ്പീച്ച് ഡിലേ ഉണ്ട്.
ഞാൻ ഈ നടക്കുന്ന കാര്യങ്ങളിൽ പറഞ്ഞതുപോലെ സ്പീച്ചിനും ഇതുപോലെയുള്ള വളർച്ചാഘട്ടങ്ങളുണ്ട്. അപ്പൊ ആ വളർച്ചാഘട്ടങ്ങളിലൂടെ കുഞ്ഞ് ശരിയായിട്ട് കടന്നു പോയിട്ടില്ല. അപ്പൊ എത്രയും പെട്ടെന്ന് ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കാണിച്ചിട്ട് സ്പീച്ച് തെറാപ്പി സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. സ്പീച്ച് തെറാപ്പി കൊടുക്കുന്നുണ്ട് മാഡം, കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ 6 മാസം കൊണ്ട് കൊടുക്കുന്നുണ്ട്. വീട്ടിലും നല്ലതായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. സ്പീച്ച് തെറാപ്പിയും ഒക്യുപേഷണൽ തെറാപ്പിയും നൽകുന്നുണ്ട്. ശരി, അപ്പൊ ആ പരിശീലന രീതികൾ തന്നെ നിങ്ങൾ തുടർന്നു കൊണ്ട് പോയാൽ മതി. കാരണം നിങ്ങൾ ശരിയായ ദിശയിൽ തന്നെയാണ് പോകുന്നത്. പക്ഷെ ആഹാരം ചവച്ച് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. നിങ്ങൾ എവിടെയാണ് സ്പീച്ച് തെറാപ്പി ചെയ്യുന്നത്? കൊട്ടിയം കിംസില് പോകുന്നുണ്ട്, അതുപോലെ പുനലൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിലും പോകുന്നുണ്ട്. നിങ്ങൾ എനിക്ക് ആഹാരം ചവച്ച് കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതിന് സ്പെസിഫിക് ആയിട്ട് കുറച്ച് എക്സർസൈസസ് ഉണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രൂളിങ്ങിലുള്ളത് പോലെ ഓറൽ പ്ലേസ്മെന്റ് തെറാപ്പി എന്നൊരു ടെക്നിക്കാണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങൾ കൊട്ടിയം കിംസിൽ പോകുന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്പീച്ച് തെറാപ്പിസ്റ്റിനോട് ഒന്ന് ചോദിച്ചു നോക്കൂ ഈ ട്രീറ്റ്മെന്റ് അവിടെ ഉണ്ടോ എന്ന്. അഥവാ ട്രീറ്റ്മെന്റിന്റെ പേരെന്ന് പറഞ്ഞ ഓറൽ പ്ലേസ്മെന്റ് തെറാപ്പി. ഞാൻ ഇതിൽ ഇട്ടേക്കാം. ഓറൽ ട്രീറ്റ്മെന്റ് തെറാപ്പി അല്ലേ? ഓറൽ ഞാൻ ഇട്ടിട്ടുണ്ട്, ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഹലോ മാഡം. ഓറൽ പ്ലേസ്മെന്റ് തെറാപ്പി. ഓക്കെ മാഡം. ഓക്കെ. ഹലോ മാഡം. ഹലോ. ക്വസ്റ്റ്യൻ കൂടെ ആൻസർ ചെയ്യാനുള്ള ഒരു സമയമേ ഉള്ളൂ. ബാക്കിയുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ച് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഹലോ മാഡം. പറഞ്ഞോളൂ. ഹലോ, എന്റെ മകന് 1 വയസ്സും 5 മാസമായിട്ടുള്ളൂ. അവന്റെ കാലൊരു ചെറിയ വളവുണ്ട്. അപ്പൊ കുറെ പേര് പറഞ്ഞു അത് എന്തായാലും ഉണ്ടാവും, 3 വയസ്സ് കഴിയുന്നവരെ എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ അതെന്താ? അത് മിക്കവാറും കുട്ടികൾക്ക് നടന്നു തുടങ്ങുമ്പോൾ കാലിന്റെ ഒരു വളവ് കാണുന്നത് കുറച്ച് സാധാരണമാണ്. കാരണം കുഞ്ഞ് യൂട്രസിനകത്ത് കിടക്കുമ്പോൾ കുഞ്ഞ് കിടക്കുന്ന പൊസിഷനിൽ കാല് കുറച്ച് വളഞ്ഞായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ ഈ വളവിന്റെ കാര്യങ്ങള് കുറച്ചുകൂടെ കഴിയുന്നവർ 1 മാസം 2 മാസം നടന്നു തുടങ്ങിയിട്ട് എത്ര നാളായി? 5 മാസമായി. എത്ര മാസമായി? 4 മാസമായിട്ടുണ്ടാവും. 4 മാസം. ഒരു 2 മാസം കൂടെ നമുക്ക് മാക്സിമം നോക്കാം. എന്നിട്ടും കാലിന് വളവുണ്ടെങ്കിൽ നമ്മള് ഒന്ന് കാണിക്കേണ്ടതാണ്. ഫിസിയോതെറാപ്പിസ്റ്റിനെയോ പീഡിയാട്രിക് ഓർത്തോപീഡീഷ്യനെയോ കാണിക്കേണ്ടതാണ്. 11:30 ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ ഇപ്പം ഈ സെഷന് പറ്റില്ലായിരിക്കാം. നിങ്ങള് കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ഇതില് ഒരു ക്വസ്റ്റ്യനും കൂടെ ആൻസർ ചെയ്യാൻ എഴുതിയിട്ടുള്ളത്. എന്റെ മോന് 6 വയസ്സായി, സംസാരിക്കുന്നില്ല നല്ലതുപോലെ. ഫിറ്റ്സ് വരുമായിരുന്നു, ഇപ്പൊ 3 വർഷം കൊണ്ട് ഇപ്പൊ വരുന്നില്ല, സംസാരം കുറവാണ്. ഇപ്പൊ ഇതിനൊരു സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റിനെയാണ് കാണേണ്ടത്. നിങ്ങളുടെ വീടിനടുത്ത് സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കാണിക്കുക, അല്ലെങ്കിൽ നിഷിൽ അപ്പോയിന്റ്മെന്റ് എടുത്ത് വന്നാൽ മതി. ഈ സെന്ററിന്റെ നമ്പർ നമ്മള് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ എഴുതി എടുത്തിട്ട് വിളിച്ചാൽ മതിയേ. അംഗൻവാടിയിൽ വരുന്ന ഒരു കുട്ടി ഒട്ടും സംസാരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. സംസാരവുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റിനെയാണ് കാണേണ്ടത്. നിങ്ങൾക്ക് അവിടെ സെന്റർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിഷിൽ വരണം, അല്ലെങ്കിൽ തൃശ്ശൂര് നിപ്മർ എന്ന് പറഞ്ഞ സെന്റർ ഉണ്ട്. ഹൈപ്പോറ്റോണിയ ഉള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യണം മാഡം എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പൊ സെൻട്രൽ ഹൈപ്പോറ്റോണിയ ഒക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അണ്ടറിൽ തന്നെ നമ്മൾ എക്സസൈസ് ചെയ്യണം. കാരണം അത് അസസ് ചെയ്ത് തന്നെ ചെയ്യണം. ഹൈപ്പോട്ടോണിയ മാത്രം കറക്റ്റ് ചെയ്താൽ പോരാ. അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു കാര്യം ജോയിന്റ് കംപ്രഷൻ ആണ്. ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒരു കയ്യില് 2 ജോയിന്റ് വലിക്കരുത്, ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? അതുപോലെ ജോയിന്റ് കംപ്രഷൻ ആണ് ഹൈപ്പോട്ടോണിയക്ക് ചെയ്യേണ്ടത്. പക്ഷെ സെൻട്രൽ ഹൈപ്പോട്ടോണിയ ഉള്ള കുഞ്ഞാണെങ്കിൽ എന്താണെങ്കിലും ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അണ്ടറിൽ തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതാണ്. എന്റെ മോൻ 8 വയസ്സാകുന്നു, ഹൈപ്പർ ആക്ടിവിറ്റി ആണ്, കേൾവി പ്രശ്നം, എല്ലാവരെയും ആക്രമണ മനോഭാവമുണ്ട്. ഇതിനും കൂടുതൽ സെന്ററിൽ വന്ന് തന്നെ നമ്മൾ തെറാപ്പി ചെയ്യണം. അങ്ങനെയാണെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണിക്കേണ്ടതാണ്. നിഷിൽ കൊണ്ടുവരാൻ അപ്പോയിന്റ്മെന്റ് എടുക്കണം. നമ്പറിൽ വിളിച്ച് പറഞ്ഞു.
ഇനിയും നിങ്ങൾക്ക് സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ നിഡാസ് ടീമിന്റെ നമ്പർ സ്ക്രീനിൽ കാണുന്നുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ സെഷന്റെ ടൈം ഇവിടെ കഴിയുകയാണ്. എല്ലാ പാർട്ടിസിപ്പൻസും ചാറ്റ് ബോക്സിൽ ഒരു ലിങ്ക് കാണുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ ചോദ്യാവലി ഒന്നുകൂടി പൂരിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും സ്ക്രീനിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? ഇല്ല, സ്ക്രീനിൽ ഇപ്പോ ചാറ്റ് ബോക്സിലോട്ട് നോക്കൂ. ചാറ്റ് ബോക്സിൽ ഒരു ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് വന്നിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യപ്പോ ഓപ്പൺ ചെയ്ത് അതിന് ചോദ്യങ്ങൾക്കൊന്ന് ഉത്തരം നൽകേണ്ടതാണ്. ഇപ്പൊ ഒന്നുകൂടി ഷെയർ ചെയ്തിട്ടുണ്ട്.